നമസ്കാരം. വെള്ളാപ്പള്ളി നടേശൻ ഇടതു മുന്നണിയോട് ചെയ്യുന്നത് ഇതെന്താണ്? ദ്രോഹിച്ചില്ലാതാക്കാൻ പറ്റാതിരുന്നത് സ്നേഹിച്ചില്ലാതാക്കുകയാണോ? LDF തുടർഭരണം പ്രഖ്യാപിച്ചിരിക്കുകയാണ് SNDP യോഗം ജനറൽ സെക്രട്ടറി. മൂന്നാം തവണയും പിണറായി ഭരിക്കട്ടെ എന്ന്. എന്താ കുഴപ്പം? ഇനിയും നയിക്കട്ടെ, മൂന്നാമതും നയിക്കട്ടെ. അതിന് എന്താ കുഴപ്പം? ഇവിടെ ഈ 10 കൊല്ലം ഭരിച്ചിട്ട് വർഗീയ കലഹം ഉണ്ടായ മിസ്റ്റർ, അത് മാത്രം നിങ്ങൾ ഉണ്ടാകും. വെള്ളാപ്പള്ളി ആകാൻ പാടില്ല LDF എന്നുള്ളതാണ് CPIയുടെ നിലപാട്. മുന്നണിയുടെ മുഖം വെള്ളാപ്പള്ളി അല്ല എന്ന ഖണ്ഡിതമായ നിലപാടിലാണ് ബിനോയ് വിശ്വം. ജനങ്ങൾക്ക് എല്ലാവരെയും അറിയാം, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ അറിയാം, ഈ പറഞ്ഞ ആളെയും അറിയാം. ഈ പറഞ്ഞ ആളുടെ നാക്കിൽ നിന്ന് ആ പേര് വീണെങ്കിൽ, ചതിയൻ ചന്തു എന്ന പേര് വീണെങ്കിൽ, ആ തൊപ്പി 1000 വട്ടം വിണങ്ങും ആ തലയ്ക്ക്. CPI തലയ്ക്ക് ആ തൊപ്പി ചേരില്ല. LDF ഗവൺമെൻറ്റിലെ പ്രവർത്തനങ്ങൾക്കും LDFിലെ പാർട്ടികൾക്കും മാർക്കിടാൻ വേണ്ടിയുള്ള ചുമതലയൊന്നും ആരും വെള്ളാപ്പള്ളിയെ ഏൽപ്പിച്ചിട്ടില്ല. മലപ്പുറത്തെക്കുറിച്ചുള്ള വർഗീയ പരാമർശങ്ങൾ വിശദീകരിക്കാൻ കഴിയാതെ പതറിയപ്പോൾ ക്ഷോഭത്തിൽ അഭയം തേടി വെള്ളാപ്പള്ളി നടേശൻ. കലി മാധ്യമങ്ങളോടാണ്. ജില്ല കേൾക്കുന്നുണ്ട്. മലബാർ പ്രദേശത്ത് മലപ്പുറത്തുണ്ടോ, വയനാടുണ്ടോ, കാസർഗോഡുണ്ടോ? ഒരൊറ്റ വിദ്യാഭ്യാസ സ്ഥാപനം ഞങ്ങൾക്കില്ല. ഈ ദുഃഖം ഞാനൊന്ന് പറഞ്ഞു പോയി. സ്ഥലം എല്ലാം ഉണ്ട്. അനുവാദം തരണം സർക്കാരിന്റെ. ഇപ്പോഴത്തെ അല്ല, അന്ന് ഞങ്ങള് റിപ്പോർട്ടറെ കുറെ നാളായി നിങ്ങൾ തുടങ്ങിയിട്ട്. ചോദ്യം ഇടതു മുന്നണിയോടും മുഖ്യമന്ത്രിയോടുമാണ്. സാമുദായിക സംഘടനകളുടെ വാലിൽ തൂങ്ങിയാണോ നിങ്ങൾ തുടർഭരണം ലക്ഷ്യമിടുന്നത്? സാമുദായിക നേതാക്കളുടെ പ്രശംസാപത്രം നിങ്ങൾക്ക് അഭിമാനമാണോ അപമാനമാണോ? ചർച്ചയിൽ ശ്രീ ജേക്കബ് ജോർജ്, മുതിർന്ന മാധ്യമ പ്രവർത്തകൻ ഷാഫി ചാലിയം, മുസ്ലിം ലീഗ് ശ്രീ ശങ്കുട്ടിദാസ്, BJP ശ്രീ പ്രമോദ് പുഴങ്കര, അഭിഭാഷകൻ ശ്രീ M ജയചന്ദ്രൻ, ഇടത് സഹയാത്രികൻ എന്നിവർ. ആദ്യം ശ്രീ M ജയചന്ദ്രൻ. വെള്ളാപ്പള്ളി നടേശൻ CPM-നോടും LDF-നോടും യുദ്ധം പ്രഖ്യാപിച്ചിട്ടുള്ള കാലം ഉണ്ടായിട്ടുണ്ട്. 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം BJPയുടെ NDAയുടെ താരപ്രചാരകനായിരുന്നു. ഹെലികോപ്റ്ററിൽ പറന്ന് നടന്നാണ് അദ്ദേഹം NDAക്ക് വേണ്ടി വോട്ട് പിടിച്ചുകൊണ്ടിരുന്നത്. അന്ന് വെള്ളാപ്പള്ളി നടേശൻ അതികഠിനമായി വിരോധിച്ചപ്പോൾ LDF തോറ്റിട്ടില്ല. ഇപ്പൊ പക്ഷെ അദ്ദേഹം മൂന്നാം ഭരണത്തിന് വേണ്ടി പ്രയത്നിക്കുകയാണ്. അദ്ദേഹം സ്നേഹിച്ച് തോൽപ്പിക്കുമോ? നമ്മൾ അങ്ങനെ ഒരു ജഡ്ജ്മെന്റിലേക്ക് എത്തേണ്ട കാര്യം എന്താണെന്നുള്ളത് അഭിലാഷ് എനിക്ക് മനസ്സിലായിട്ടില്ല. ഇപ്പൊ ഇന്നത്തെ വെള്ളാപ്പള്ളിയുടെ പരാമർശങ്ങളുമായി ബന്ധപ്പെട്ട് ഒരുപാട് ചർച്ചകൾ മാതൃഭൂമിയുടെ അടക്കം വാർത്തകളായും നിരീക്ഷണങ്ങളായും ഇതിനകം തന്നെ വന്നു കഴിഞ്ഞിട്ടുണ്ട്. മാതൃഭൂമിയിൽ മാത്രമല്ല എല്ലാ ചാനലുകളിലും അതുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട 2 വിഷയങ്ങളാണുള്ളത്. ഒന്ന്, വെള്ളാപ്പള്ളി അവർക്ക് മലപ്പുറം, വയനാട്, കാസർഗോഡ് ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞൊരു സംഗതി. മറ്റൊന്ന്, LDF-ന് തുടർഭരണം കിട്ടുമെന്ന് പറഞ്ഞ സംഗതി അദ്ദേഹം പറഞ്ഞത്. പിന്നെ മറ്റൊന്ന്, ബിനോയ് വിശ്വത്തിന്റെ വെള്ളാപ്പള്ളിയെ വിമർശിച്ചുകൊണ്ടുള്ള, തീക്ഷ്ണമായി വിമർശിച്ചുകൊണ്ടുള്ള അദ്ദേഹത്തിന്റെ പ്രതികരണം. ഇക്കാര്യങ്ങളാണല്ലോ ഇന്നത്തെ പകൽ വ്യാഖ്യാനങ്ങളായും വാർത്തകളായും ഒക്കെ നിറഞ്ഞു നിന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് താങ്കളുടെ ചോദ്യം എന്നും ഞാൻ വിചാരിക്കുന്നു. അതില് ഇത് മൂന്നും പെട്ടെന്ന് തന്നെ മൂന്നായിട്ട് തന്നെ മറുപടി പറയാം അഭിലാഷ്. ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ കാര്യം വെള്ളാപ്പള്ളി പറഞ്ഞതിൽ നമ്മുടെ മാധ്യമ പ്രവർത്തകർക്ക് തന്നെ കാലികമായ വിവരങ്ങളുടെ അപ്ഡേഷൻസിന്റെ ഒരു പോരായ്മയുണ്ടെന്ന് തോന്നിപ്പിക്കുന്ന വിധമാണ് അവരുടെ പ്രതികരണങ്ങളിൽ നിന്ന് എനിക്ക് തോന്നിയത്. കാരണം ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കിട്ടുന്നില്ല, അല്ലെ കൊടുക്കേണ്ടതില്ല, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്തെങ്കിലും നോട്ടിഫിക്കേഷൻ കൊടുക്കുന്നല്ലോ സ്കൂളും കോളേജുകളും. അതൊക്കെ അതത് കാലങ്ങളിൽ ഭരിക്കുന്ന സർക്കാരുകളാണ് നിശ്ചയിക്കുന്നത്. 2016 പിണറായി വിജയൻ അധികാരത്തിൽ വരുന്നത്. അദ്ദേഹത്തിന് വരുന്നതിന് മുമ്പ് തന്നെ 2011-14 ഉമ്മൻചാണ്ടി സർക്കാരാണ് സ്കൂളുകളും കോളേജുകളും പുതുതായി കൊടുക്കേണ്ടതില്ല എന്ന തീരുമാനമെടുത്ത് നിശ്ചയിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ഈ പറയുന്ന 3 ജില്ലകളിലും SNDP യോഗത്തിന്. അല്ല ശ്രീ ജയചന്ദ്രൻ, ഇപ്പോ 3 ജില്ലകളിൽ കോളേജോ സ്കൂളോ കിട്ടിയിട്ടില്ല എന്ന നിലയ്ക്കുള്ള ഒരു പരാതി പറച്ചിൽ ഒരു സമുദായ നേതാവ് അല്ലെങ്കിൽ ഒരു സമുദായ സംഘടനയുടെ നേതാവ് പറഞ്ഞു എന്നുള്ള നിലയ്ക്കല്ലോ 2025 ഏപ്രിലിൽ അദ്ദേഹം മലപ്പുറം ജില്ലയിൽ തന്നെ നിലമ്പൂരിൽ പറഞ്ഞ പ്രസംഗം ഇത് താങ്കൾക്ക് ഓർമ്മയുണ്ടാവുമല്ലോ. സ്വതന്ത്രമായി ശ്വസിക്കാൻ പോലും ഇവിടെ കഴിയുന്നില്ല. നമ്മുടെ ഈ സംസ്ഥാനത്തെ ജില്ലകളിൽ ഏതെങ്കിലും ഒരു ജില്ലകളിൽ ഒരു സമുദായത്തിന്റെ അപ്രമത്തം കൊണ്ട് മറ്റ് സമുദായ അംഗങ്ങൾക്ക് സ്വതന്ത്രമായി ശ്വസിക്കാനോ ജീവിക്കാനോ പറ്റാത്ത
ഇടമായി മാറിപ്പോയിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ ഒരു മുസ്ലിം ഭൂരിപക്ഷ ജില്ലയെക്കുറിച്ച് അങ്ങനെ പറയുമ്പോൾ അതിനകത്ത് കൃത്യമായിട്ടുള്ള വർഗീയ ലക്ഷ്യങ്ങൾ ആരോപിക്കുകയല്ല, സ്ഥാപിക്കേണ്ടി വരും. അപ്പോൾ അത്തരം പരാമർശങ്ങളെക്കുറിച്ചുള്ള വിശദീകരണം ചോദിച്ചപ്പോഴാണ് അദ്ദേഹം ഈ 3 ജില്ലകളിൽ ഞങ്ങൾക്ക് വിദ്യാഭ്യാസ സ്ഥാപനം ഇല്ല എന്ന് പറഞ്ഞത്. അപ്പോഴാണ് മാധ്യമ പ്രവർത്തകർ അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ 10 കൊല്ലമായി ഭരിക്കുന്ന സർക്കാരിനെ കൊണ്ട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അനുവദിപ്പിച്ചാൽ പോരെ എന്ന് ചോദിക്കുന്നത്. ഇവിടെ ഈ പ്രസ്താവനകളുടെ തൂക്കമെടുക്കലല്ല, അതിനപ്പുറത്ത് സ്ഥിരമായി ഒരേ പാറ്റേണിൽ സംസാരിക്കുന്ന ഒരാളുടെ സ്റ്റേറ്റ്മെന്റുകളെ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി, എല്ലാവരുടെയും മുഖ്യമന്ത്രിയായിട്ടുള്ള പിണറായി വിജയൻ എൻഡോഴ്സ് ചെയ്യുക വഴി കൊടുക്കുന്ന സന്ദേശം എന്താണ്? പ്രത്യേകിച്ച് ന്യൂനപക്ഷ സമൂഹങ്ങൾക്ക് അത് കൊടുക്കുന്ന സന്ദേശം എന്താണെന്നുള്ളതാണല്ലോ പ്രശ്നം. തെരഞ്ഞെടുപ്പ് തിരിച്ചടിക്ക് ശേഷവും അക്കാര്യത്തിൽ യാതൊരു തരത്തിലുള്ള പുനർചിന്തനവും ഇടതുപക്ഷത്തിന്, CPM-ന് വിശേഷ ഇല്ലാത്തത് എന്തുകൊണ്ടാണ് എന്നുള്ളതാണ് എന്റെ ചോദ്യം. ഞാൻ താങ്കളുടെ ചോദ്യത്തിന്റെ അകത്ത് നിന്നുകൊണ്ടല്ല മറുപടി പറയാൻ തുടങ്ങിയതും ഇപ്പൊ ഉദ്ദേശിക്കുന്നതും. കാരണം വെള്ളാപ്പള്ളി നടേശന്റെ പ്രസ്താവനകളുടെ മുൻകാല പ്രാബല്യം കൂടെ ആവർത്തിച്ചുറപ്പിച്ചതിന് ശേഷം ഒരു പ്രതികരണം നടത്തുക എന്നുള്ളതല്ല, ഇന്ന് അദ്ദേഹം നടത്തിയ പ്രതികരണത്തിൽ ഉണ്ടായിട്ടുള്ള വ്യാഖ്യാനങ്ങൾ, അതാണ് ഏറ്റവും പ്രസക്തമായിട്ടുള്ളത്. അതിൻ്റെ അകത്ത് തന്നെ പക്ഷെ താങ്കൾ സമ്മതിക്കുന്നില്ല, ഇത് തന്നെ വേണമെന്നാണ് നിർബന്ധിക്കുന്നത്. ശരി, അങ്ങോട്ട് തന്നെ വരാം. വെള്ളാപ്പള്ളിയെ പോലെ ഒരു സമുദായ നേതാവ്, കേരളത്തിലെ തന്നെ ഏറ്റവും പ്രായം ചെന്ന സമുദായ നേതാവാണ് വെള്ളാപ്പള്ളി നടേശൻ. അദ്ദേഹത്തിന്റെ താല്പര്യങ്ങൾ സമുദായാധിഷ്ഠിതമാണോ, മതാധിഷ്ഠിതമാണോ, അതോ രാഷ്ട്രീയാധിഷ്ഠിതമാണോ? അതാണ് ചർച്ച. അങ്ങനെയാണെങ്കിൽ താങ്കൾ പറഞ്ഞ പ്രകാരമാണെങ്കിൽ ചർച്ച ചെയ്യേണ്ടി വരുന്നത്. എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണങ്ങൾ രാഷ്ട്രീയാധിഷ്ഠിതമല്ല എന്നുള്ളതാണ്. അതേസമയം മുസ്ലിം ലീഗിനെ അദ്ദേഹം കണക്കറ്റ് വിമർശിച്ചിട്ടുണ്ട് മുമ്പ് പറഞ്ഞ സന്ദർഭങ്ങളിലടക്കം. അത് മുസ്ലിം സമുദായത്തെ അല്ലാതെ ആവർത്തിച്ച് തന്നെ വെള്ളാപ്പള്ളി നടേശൻ വ്യക്തമാക്കിയിട്ടാണ് മുഖ്യമന്ത്രി പലപ്പോഴും ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. അപ്പൊ മുസ്ലിം സമുദായത്തിനെ അല്ലാതെ വിമർശിക്കുന്നത്, എന്നാൽ മുസ്ലിം ലീഗിനെ ശക്തിയായി വിമർശിക്കുന്നുണ്ട് എന്ന് മതയില്ലാതെ പറഞ്ഞിട്ടുണ്ട്. അല്ല, അത് ഈ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുന്നു, താങ്കൾ പറയുന്നു വെള്ളാപ്പള്ളി നടേശൻ മുസ്ലിം സമുദായത്തെ അല്ല, മുസ്ലിങ്ങളെ അല്ല, മുസ്ലിം ലീഗിനെയാണ് ഉദ്ദേശിക്കുന്നത്. മുസ്ലിം ലീഗ് എന്ന പേര് പോലും അദ്ദേഹം എവിടെയെങ്കിലും പറയുന്നുണ്ടോ? വല്ല അപകടവും വന്ന് മരിക്കണമെങ്കിൽ മുസ്ലിമായിട്ട് മരിക്കണമെന്ന് 2015 സമത്വ മുന്നേറ്റ ജാഥയ്ക്കിടെ അദ്ദേഹം പറയുന്നതിൽ എവിടെയാണ് ലീഗ്? പോട്ടെ, ഞാൻ നേരത്തെ വായിച്ച പ്രസ്താവനയുണ്ടല്ലോ, മലപ്പുറത്ത് സ്വതന്ത്രമായ വായു ശ്വസിച്ചും സ്വതന്ത്രമായ അഭിപ്രായം പറഞ്ഞ് നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. മലപ്പുറം ഒരു പ്രത്യേകതരം രാജ്യമാണ്, ചില ആളുകളുടെ സംസ്ഥാനമാണ്, അവർക്കിടയിൽ ഭയന്ന് ജീവിക്കുന്നവരാണ് ഈഴവർ. ഇതിലെവിടെയാണ് മുസ്ലിം ലീഗ് ഉള്ളത്? ഇതിൽ രാഷ്ട്രീയ വിമർശനമാണ് എവിടെയാ ഉള്ളത്? ഒരു രാഷ്ട്രീയ വിമർശനവും അക്കാര്യത്തിലില്ല. മുഖ്യമന്ത്രി പറയുന്ന പക്ഷേ അങ്ങനെ അല്ല, അതെന്തിനാണ് അഭിലാഷ് അങ്ങനെ താങ്കൾ അതിൽ തന്നെ നിർബന്ധം പിടിക്കണമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല കേട്ടോ. കാരണം സാക്ഷാൽ വെള്ളാപ്പള്ളി നടേശൻ തന്നെ താങ്കളുടെ ഈ ചോദ്യത്തിന് കൃത്യമായ മറുപടി പറഞ്ഞിട്ടുണ്ട്. ഞാൻ വിമർശിക്കുന്നത് മുസ്ലിം സമുദായത്തെ അല്ല, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനാണ് ആവർത്തിച്ച് 2 ആഴ്ച മുമ്പ് പോലും ഇദ്ദേഹം പറഞ്ഞതാണ് വെള്ളാപ്പള്ളി നടേശൻ. ഇതിൽ എവിടെയാണ് ലീഗിന്റെ കാര്യം പറയുന്നത്? അല്ല, അതല്ല, മുസ്ലിം സമുദായത്തെ അല്ല, ലീഗിനെയാണ് താൻ വിമർശിക്കുന്നത്. അദ്ദേഹം തന്നെയല്ലേ പറഞ്ഞിട്ടുള്ളതിന് മുൻപ്, അല്ലേ? അദ്ദേഹം നടത്തിയ പ്രസംഗത്തിന്റെ വെർബാറ്റിമാണല്ലോ ഞാൻ പറഞ്ഞത്. അതെ, താങ്കൾ വെർബാറ്റിം പറഞ്ഞു, പക്ഷേ ഡേറ്റ് അടക്കം ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പൊ എന്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. എനിക്ക് മറ്റൊരു ചുമതലയും കൂടെ ഉള്ളതുകൊണ്ടാണ് ഞാൻ എല്ലാം കൂടെ പെട്ടെന്ന് കളക്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. വേണമെങ്കിൽ ഞാൻ താങ്കൾക്ക് അയച്ചു തന്നോളാം പിന്നീട് ഒരു 9 മണിക്ക് ശേഷം അത് ചെയ്തോളാം. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട സംഗതി എന്ന് പറഞ്ഞാൽ, ഈ വെള്ളാപ്പള്ളി ആർക്കൊപ്പം വെള്ളാപ്പള്ളിയുടെ കൂട്ടുപിടിക്കുന്നതിലൂടെ ഇടതുമുന്നണി കൂടുതൽ കുഴപ്പത്തിലേക്ക് പോവുകയാണെന്ന് താങ്കൾ ഉച്ചയ്ക്ക് 2 മണിക്കാന്ന് തോന്നുന്നു താങ്കളുടെ തന്നെ ചർച്ച ഞാൻ കേട്ടിരുന്നു. കൂടുതൽ മൗഢ്യമാണോ എന്ന് മാധു ചോദിക്കുന്നു, ആണെന്ന് താങ്കൾ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ശ്രമിക്കുന്നു ഒക്കെ ഞാൻ കാണുകയും ചെയ്തിരുന്നു. അപ്പൊ ഇതിൻ്റെ അകത്ത് മൗഢ്യമാണോ അതല്ലെങ്കിൽ LDF-നെ തോൽപ്പിക്കലാണോ വെള്ളാപ്പള്ളിയുടെ ഉന്നം എന്നൊക്കെയുള്ള അവിടെ നിൽക്കട്ടെന്നേ. അതൊക്കെ അതാത് രാഷ്ട്രീയ കക്ഷികളും മുന്നണികളും പരിശോധിച്ചുകൊള്ളുമല്ലോ. അതുകൊണ്ടാണല്ലോ ബിനോയ് വിശ്വം പറഞ്ഞത് വെള്ളാപ്പള്ളി LDF-ന്റെ മുഖമല്ല, ഞാൻ LDF-ന്റെ മുഖം എന്ന് നടേശൻ എപ്പോഴെങ്കിലും എവിടെയെങ്കിലും ഒരു ക്ലെയിം ഉന്നയിച്ചിട്ടുണ്ടോ? എന്റെ അറിവിലില്ല. ഇന്ന് മാത്രമല്ല, താങ്കൾ ചൂണ്ടിക്കാണിച്ചത് 2015 BDJS ഉണ്ടാക്കി നടത്തിയ യാത്രക്കിടയിലൊക്കെ അതിരൂക്ഷമായിട്ടാണ് ഇരു മുന്നണികളും പ്രത്യേകിച്ച് CPM-നെ കടന്നാക്രമിച്ചിട്ടുണ്ട്. നവവെള്ളപ്പള്ളി ഞാൻ എറണാകുളം ജില്ലയിൽ നിന്ന് തെക്കോട്ട്. ശരി, സൗണ്ടിൽ എന്തോ ചെറിയ പ്രശ്നമുണ്ട്, ഞാൻ അതൊന്ന് പരിഹരിച്ചതിന് ശേഷം അതിലേക്ക് വരാം. ശ്രീ ഷാഫി ചാലിയം, ഇന്നിപ്പോ വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞതിൽ എന്തുകൊണ്ട് 3ാം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭരണം വരണം, എന്തുകൊണ്ട് 3ാം പിണറായി സർക്കാർ അല്ലെങ്കിൽ 3ാം LDF സർക്കാർ വരണം എന്ന് പറയുന്നതിന് അദ്ദേഹത്തിന് ആധാരമാക്കുന്ന കാര്യം ഈ കഴിഞ്ഞ 10 കൊല്ലം ഒരു വർഗീയ കലാപം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. കേരളത്തിൽ കഴിഞ്ഞ 10 കൊല്ലം ഒരു വർഗീയ കലാപം ഉണ്ടായിട്ടില്ല, എന്നാൽ അതിനു മുമ്പ് ഉള്ള കാലത്ത് വർഗീയ കലാപം ഉണ്ടായിട്ടുണ്ട്. മാറാട് കലാപമാണ് അദ്ദേഹം ഉദ്ധരിക്കുന്നത്. അപ്പോൾ ഇനി UDF-നെ അധികാരത്തിലെത്തിച്ച് ഇനി ഒരു മാറാട് കലാപം ഉണ്ടാക്കണോ എന്നാണ് വെള്ളാപ്പള്ളി നടേശന്റെ ചോദ്യം.
അല്ല, അദ്ദേഹം പറയുന്ന കാര്യങ്ങളൊക്കെ കേരളത്തിൽ അത് എങ്ങനെയാണ് യേശുന്നുള്ളത് പറയാൻ പറ്റില്ല. കാരണം ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന് വന്ന പല കാര്യങ്ങളും അത് നമ്മൾ കേട്ടതാണ്. അതിൻ്റെ തിരിച്ചടി ഇടതുപക്ഷം അനുഭവിച്ച് കഴിഞ്ഞതാണ്. ഇടതുപക്ഷം അതിൽ നിന്ന് തിരുത്തുമോ എന്നാണ് ജനം നോക്കിയത്. പക്ഷെ തിരുത്തുന്നില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇവിടെ ഇദ്ദേഹം പറയുന്നതൊക്കെ കളവുകളാണ്, ശുദ്ധ അസംബന്ധങ്ങളാണ്. ഒന്ന് അദ്ദേഹം പറഞ്ഞു വർഗീയ കലാപം ഉണ്ടായില്ല. പിന്നെ UDFൻ്റെ കാലത്ത് മാറാട് കലാപം ഉണ്ടായി. മാറാട് കലാപം ഉണ്ടായത് UDFൻ്റെ എന്ന മുന്നണിക്കതിൽ എന്ത് പങ്കാളുള്ളത്? അതിൻ്റെ ജുഡീഷ്യൽ കമ്മീഷനിൽ എവിടെയെങ്കിലും ഭരണകൂടത്തെ ആരെങ്കിലും കുറ്റപ്പെടുത്തിയിട്ടുണ്ടോ? ഇതെന്ത് വർത്താനത്? മാറാടുണ്ടായ കലാപം ഒന്നാം മാറാട് കലാപത്തിൻ്റെ പ്രതികാരമായി ചെയ്യപ്പെട്ടതാണെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ UDF സർക്കാർ അതിനെ അടിച്ചമർത്തി. ഇന്ന് പ്രശ്നങ്ങളില്ലാത്ത നല്ലൊരു നാടായി, നല്ല മതസൗഹാർദ്ദത്തോടെ ജീവിക്കുന്ന ഒരു നാടായി മാറി. UDF സർക്കാർ അവിടെ ഒരുപാട് തൊഴിൽ സംരംഭങ്ങൾ കൊണ്ടുവന്നു. അവിടെ സ്ത്രീകൾ, മുസ്ലിം സ്ത്രീകളും ഹിന്ദു സ്ത്രീകളും ഈ മത്സ്യബന്ധന മേഖലയിലെ കുടുംബങ്ങളുമൊക്കെ അതീവ യോജിപ്പോടുകൂടി വളരെ നല്ല രീതിയിലൂടെ ജീവിക്കുകയാണ്. ഇതിലെങ്ങനെ UDFനെ കുറ്റപ്പെടുത്തുക? പിന്നെ ഇദ്ദേഹം പറയുന്നത് എന്താണ്? ഇന്നിപ്പം ഒരു മാധ്യമ പ്രവർത്തകൻ അദ്ദേഹത്തോട് നല്ലൊരു ചോദ്യം ചോദിച്ചു. ഈ ചോദ്യം ഈ മാധ്യമ പ്രവർത്തകരായ നിങ്ങൾ എന്നോ ചോദിക്കേണ്ടതാണ്. ഇത് മാധ്യമ പ്രവർത്തകരായ നിങ്ങളുടെ കുറേ അറിവില്ലായ്മ ഇതിലുണ്ട്. ഇദ്ദേഹം ഇത്തരം കാര്യം പറയുമ്പോൾ മലപ്പുറം ജില്ലയിൽ, വയനാട് ജില്ലയിൽ, കാസർഗോഡ് ജില്ലയിൽ ഞങ്ങൾക്ക് ഒരു കുട്ടി സ്കൂൾ പോലും ഇല്ല എന്ന് പറഞ്ഞാൽ അത് കേട്ട് റിപ്പോർട്ട് ചെയ്യലല്ല നിങ്ങൾ പണി. കളവ് പറയല്ലേ എന്ന് പറഞ്ഞ് എണ്ണിക്കൊടുക്കാൻ കഴിയണം. നിങ്ങൾ ഈ ജേർണലിസത്തിൽ പോസ്റ്റ് ഗ്രാജുവേഷനൊക്കെ എടുത്തിട്ട് ഇവിടുത്തെ സാമൂഹ്യ യാഥാർത്ഥ്യങ്ങൾ, ഈ നാട്ടിലെ ചെറിയ ചരിത്രങ്ങൾ, ഇതിൻ്റെ ഒരു അസസ്മെൻറ്റ്, അതൊന്നും നിങ്ങൾ സ്റ്റാറ്റിസ്റ്റിക്സ് ഇതൊന്നും ഇല്ലാത്ത പമ്പര വിഡ്ഢികളാണ് ഇവിടുത്തെ മാധ്യമപ്രവർത്തകർ. ഈ ചോദ്യം നിങ്ങൾ 2.5 മാസം മുമ്പ് ചോദിക്കേണ്ട. ഇപ്പോഴും ചോദിക്കാൻ എത്ര ഉണ്ട്? ഒരു സ്കൂളുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു കോളേജ് തന്നെ പെരിന്തൽമണ്ണ കിടക്കാണ്. നിങ്ങൾ ആരെങ്കിലും ചോദിച്ചോ? 2002 N. സോപ്പി മുസ്ലിം ലീഗിൻ്റെ വിദ്യാഭ്യാസ മന്ത്രിയായിരിക്കുന്ന കാലത്ത് കൊടുത്തതാണ് പെരിന്തൽമണ്ണയിലുള്ള SNDP യോഗത്തിൻ്റെ കോളേജ്. അതൊരു സെൽഫ് ഫിനാൻസ് കോളേജായിട്ടാണ് കൊടുത്തത്. ഇത് ചോദിക്കാൻ എന്തുകൊണ്ട് മാധ്യമപ്രവർത്തകർക്ക് കഴിയുന്നില്ല? അപ്പോഴല്ലേ വെള്ളാപ്പള്ളിയുടെ മട്ടുമാറുക, കളവ് പറയല്ലേ? കോളേജില്ല എവിടെ എന്ന് ചോദിക്കണ്ടേ? മാത്രമല്ല ആ കോളേജ് 7 ആക്കി തരണം എന്ന് പറഞ്ഞ് ഈ ഇടത് സർക്കാരിനെ ഇവർ സമീപിച്ചിട്ട് 10 വർഷമായി. ഇതുവരെ പിണറായി വിജയൻ 7 ആക്കി കൊടുത്തോ? അത് നിങ്ങൾക്ക് ചോദിക്കാമായിരുന്നില്ലേ? പിന്നെ SNDP എന്ന സംഘടനാ സംവിധാനം നമ്മളെ മലബാറിൽ വളരെ കുറവാണ്. ഈഴവർ എന്ന് പറയുന്ന നമ്മുടെ സഹോദരങ്ങൾ മലബാറിൽ TMR എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അഭിലാഷിന് അറിയല്ലോ. ഈ TMR മാനേജ്മെൻറ്റായ ആയിരക്കണക്കിന് സ്കൂളുകൾ ഈ കാസർഗോഡും വയനാടും മലപ്പുറവും ഇല്ലേ? നിങ്ങൾക്ക് അഭിലാഷിനെ തന്നെ എണ്ണാൻ പറ്റുമല്ലോ. ഞാനിരിക്കുന്നത് കോഴിക്കോട് ജില്ലൻ്റെ ഒരു ബോർഡറിലാണ്. എൻ്റെ വലത്തു ഭാഗത്തുള്ള കടലുണ്ടി പുഴ, അതാണ് കഴിഞ്ഞാൽ മലപ്പുറം ജില്ല തുടങ്ങുക. ആ തുടങ്ങണ എൻ്റെ പഞ്ചായത്ത് തന്നെ നോക്കി. ഞാൻ പഠിച്ചത് ശ്രീദേവി AUP സ്കൂൾ, TMR നടത്തുന്ന സ്കൂളാണ്. എൻ്റെ നാട്ടിൽ തന്നെ കടലുണ്ടി ചെറിയ സ്കൂൾ. ഇവിടുത്തെ ഹൈസ്കൂള് മണ്ണൂർ CMS ഹൈസ്കൂള് ആരാണ്? അരവിന്ദേട്ടൻ എന്ന് പറഞ്ഞ എൻ്റെ ഒരു സുഹൃത്താണ്. അപ്പം അതേപോലെ തന്നെ വള്ളിക്കുന്ന് പഞ്ചായത്ത് മലപ്പുറം ജില്ലയിൽപ്പെട്ട ചന്തം പ്രദേശ് സ്കൂൾ, ഉണ്ണിയേട്ടനാണ് അതിൻ്റെ മാനേജർ. അങ്ങനെയാണ് തുടങ്ങിയ എത്ര സ്കൂളുകൾ എടുക്കാണ്ട് നമുക്ക്. പിന്നെ ഞാനതിൻ്റെ കംപ്ലീറ്റ് ലിസ്റ്റ് ആയിട്ടാണ് ഞാൻ വന്നത്. അപ്പം TMR നടത്തുന്ന LP സ്കൂളുണ്ട്, അതേപോലെ തന്നെ UP സ്കൂളുണ്ട്, കോളേജുകളുണ്ട്. ഞാൻ കംപ്ലീറ്റ് കാസർകോട്ടെയും വയനാടിലെയും അതുപോലെ തന്നെ മലപ്പുറം ജില്ലേൻ്റെയും ഒരു 100 സ്കൂളിൻ്റെ പേര് ഞാൻ പറഞ്ഞുതരാം, സമയം നിങ്ങൾ അനുവദിക്കുന്നുണ്ടെങ്കിൽ. ഉദാഹരണം പറയാം, ഈ പറഞ്ഞ കാര്യങ്ങളുടെ വസ്തുത എന്ത് എന്നുള്ളതിനപ്പുറത്ത് അതിന്റെ രാഷ്ട്രീയ മാനങ്ങളാണല്ലോ ചർച്ച. അതൊക്കെ നമ്മൾ സമൂഹ മാധ്യമങ്ങളിലും അല്ലാത്ത മാധ്യമങ്ങളിലും ഒക്കെ വളരെ കാലമായി ചർച്ച ചെയ്യുന്ന വിഷയമാണ്. അപ്പോൾ അതിന്റെ നെല്ലും പതിരും വേർതിരിക്കൽ അത്ര വലിയ കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ അങ്ങയിലേക്ക് വരാം. ശ്രീ ശങ്കുട്ടിദാസ്, നോക്കൂ, 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായിട്ടുള്ള യാത്രയിൽ ഞാൻ കണിച്ചുകുളങ്ങരയിൽ വെള്ളാപ്പള്ളി നടേശന്റെ വീട്ടിൽ പോയത് ഓർക്കുന്നു. അന്ന് അവിടേക്ക് സ്വാഗതം ചെയ്തത് ഞാൻ അങ്ങയിലേക്ക് വരാം, ആയുധധാരികളായ കേന്ദ്ര സൈനികരാണ്. അന്ന് അദ്ദേഹത്തിന് കൊടുത്തിട്ടുള്ള സുരക്ഷ, അദ്ദേഹത്തിന് അന്ന് ഹെലികോപ്റ്ററൊക്കെ ഉണ്ടായിരുന്നു. എന്തിന്? നിങ്ങളുടെ NDAക്ക് വേണ്ടി പ്രചാരണം നയിക്കാൻ. അദ്ദേഹം താരപ്രചാരകനായിരുന്നു. കേരളത്തിൽ താമര വിരിയിക്കാൻ ശേഷിയുള്ള ആളായി കരുതിയത് BDJSന്റെ
പാട്രിയാർക്കായിട്ടുള്ള അദ്ദേഹം സംഘടനാ ഭാരവാഹി അല്ല എങ്കിലും തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ വളരെ സജീവമായി പങ്കെടുത്തിരുന്ന ആളാണ്. 10 കൊല്ലം കഴിയുമ്പോൾ അദ്ദേഹം പറയാണ് 3ാം തവണയും പിണറായി വിജയൻ വരുമെന്ന്. അദ്ദേഹം പിണറായി വിജയൻ വേണ്ടി മുഷ്ടിയൊക്കെ ചുരുട്ടിയാണ്. 3ാം പിണറായി സർക്കാർ LDF ആണ് വരാൻ പോകുന്നത്, ഇവിടെ വർഗീയ കലാപങ്ങളില്ലാത്ത ഒരു ഭരണത്തിന് വേണ്ടി LDF വരണമെന്ന്. അപ്പോൾ 10 കൊല്ലം മുമ്പ് നിങ്ങൾ ആശ്രയവും അഭയവുമായി കണ്ട ആൾ ഇപ്പോൾ പിണറായി വിജയന്റെ പ്രചാരകനാവുമ്പോൾ എന്ത് തോന്നുന്നു? നോക്കൂ, വെള്ളാപ്പള്ളി നടേശനുമായി ബന്ധപ്പെട്ട വിഷയത്തിലേക്ക് വരുന്നതിന് മുമ്പ് ഇവിടെ ഈ ചർച്ചയിൽ എനിക്ക് മുമ്പ് സംസാരിച്ചിട്ടുള്ള മുസ്ലിം ലീഗിന്റെ പ്രതിനിധി, മുസ്ലിം ലീഗിന്റെ പ്രതിനിധിയാണോ കോൺഗ്രസിന്റെ പ്രതിനിധിയാണോ ശ്രദ്ധിച്ചില്ല. മുസ്ലിം ലീഗ് പ്രതിനിധി അദ്ദേഹത്തിന്റെ എനിക്ക് മുമ്പ് സംസാരിച്ച ആരായിരുന്നു? ഷാഫി ചാലിയ, മുസ്ലിം ലീഗ് പ്രതിനിധി. ഓക്കെ, എനിക്ക് മുമ്പ് സംസാരിച്ച മുസ്ലിം ലീഗിന്റെ പ്രതിനിധിയായിട്ടുള്ള ഷാഫി ചാലിയും മാറാട് കലാപത്തെ സംബന്ധിച്ച് പറഞ്ഞിട്ടുള്ള വസ്തുതാവിരുദ്ധമായിട്ടുള്ള ഒരു കാര്യത്തെ തിരുത്തേണ്ട ഉത്തരവാദിത്വം എനിക്കുണ്ടെന്ന് കരുതുകയാണ്. അല്ലെങ്കിൽ മാറാടിലെ ബലിദാനികളുടെ കുടുംബം എന്നോട് ക്ഷമിക്കില്ല. നോക്കൂ, UDF യാതൊരു പങ്കുമില്ലാത്ത കലാപമായിരുന്നു അത് എന്നല്ല ജുഡീഷ്യൽ കമ്മീഷൻ പറഞ്ഞത്. മുസ്ലിം ലീഗ് നേരിട്ട് പങ്കെടുത്തിട്ടുള്ള കലാപമായിരുന്നു എന്നാണ് തോമസ് പി ജോസഫിന്റെ നേതൃത്വത്തിലുള്ള എൻക്വയറി കമ്മീഷൻ കണ്ടെത്തിയത്. മുസ്ലിം ലീഗിന്റെ 2 പ്രധാനപ്പെട്ട നേതാക്കൾ PP മൊയ്തീൻ കോയയും അതേപോലെ തന്നെ മായിൻ ഹാജിയും. മായിൻ ഹാജി ആ സമയത്ത് കോഴിക്കോട് ഡെവലപ്മെന്റ് അതോറിറ്റിയുടെ ചെയർമാനായിരുന്ന ആളാണ്. IUMLന്റെ ഉന്നതനായിട്ടുള്ള കോഴിക്കോട് ഭാഗത്തെ നേതാവാണ് ഈ PP മൊയ്തീൻ കോയ എന്ന് പറയുന്ന ആള്. ഈ 2 പേരെയും പേരെടുത്ത് പറഞ്ഞുകൊണ്ടാണ് റിപ്പോർട്ട്. FM എന്ന പേരിൽ, ഫിനാൻസ് മിനിസ്റ്റർ എന്ന പേരിൽ ഇവർക്ക് ഫണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പാർട്ടിയിലെ ഉന്നതൻ പ്രവർത്തിച്ചിരുന്നു എന്ന് പറഞ്ഞിട്ടുള്ള റിപ്പോർട്ടാണ്. 62 പ്രതികളെ ജീവപര്യന്തം ശിക്ഷിച്ചിട്ടുള്ള, മുസ്ലിം ലീഗ് പ്രവർത്തകരായിട്ടുള്ള 62 പ്രതികളെ ജീവപര്യന്തം ശിക്ഷിച്ചിട്ടുള്ള, മുസ്ലിം ലീഗിനെ പേരെടുത്ത് പരാമർശിച്ചിട്ടുള്ള റിപ്പോർട്ടാണ് മാറാട് കലാപവുമായി ബന്ധപ്പെട്ട് തോമസ് പി ജോസഫ് കമ്മീഷൻ സമർപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ആ കലാപത്തിൽ UDF പങ്കില്ലെന്നൊന്നും ദയവായിട്ട് അങ്ങ് പറഞ്ഞു ഒഴിയരുത്. ആ കലാപത്തിൽ പങ്കെടുത്തിട്ടുള്ള ആളുകൾ ഓടി ഒളിച്ചിട്ട്, പോലീസിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഓടി ഒളിച്ചിട്ടുള്ള പള്ളിയിൽ നിന്ന് അവരെ സംരക്ഷിക്കാനും തെളിവുകൾ നശിപ്പിക്കാനും വേണ്ടിയിട്ട് ഒരു കേന്ദ്രമന്ത്രി തന്നെ നേരിട്ട് മാറാട് എത്തിയിട്ടുള്ള അനുഭവമൊക്കെ മലയാളികൾ മറന്നിട്ടില്ല എന്നുള്ളതെങ്കിലും നിങ്ങൾ ഓർക്കണം. ശരി, ഇനി വെള്ളാപ്പള്ളി നടേശനുമായി ബന്ധപ്പെട്ട വിഷയത്തിലേക്ക് ഞാൻ വരാം. നമുക്ക് വെള്ളാപ്പള്ളി നടേശന്റെ പ്രസ്താവനയോട് വ്യക്തിപരമായി ഞാൻ യാതൊരു നിലയ്ക്കും യോജിക്കുന്നില്ല. ഇടതുപക്ഷത്തിന്റെ തുടർഭരണം കേരളത്തിൽ ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അങ്ങനെ ഉണ്ടാവരുതെന്ന് ആഗ്രഹിക്കുന്ന ആളാണ് ഞാൻ. അത് ഉണ്ടാവാതിരിക്കാൻ വേണ്ടി എന്നാൽ സാധിക്കുന്ന രീതിയിൽ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആളാണ് ഞാൻ. പക്ഷെ ഇവിടെ വെള്ളാപ്പള്ളി നടേശൻ ആ പ്രസ്താവന നടത്തുമ്പോൾ ആ പ്രസ്താവന എന്തുകൊണ്ട് അദ്ദേഹം നടത്തുന്നു എന്നതിലേക്കും നമ്മൾ അന്വേഷണം പോകാതെ വെള്ളാപ്പള്ളി നടേശനെ ഒരു ന്യൂനപക്ഷ വിരുദ്ധനായി, ഒരു വർഗീയവാദിയായി ചാപ്പ കുത്തിക്കൊണ്ട് അദ്ദേഹത്തെ ആക്രമിക്കുന്ന ശൈലിയിലേക്കല്ല നമ്മൾ പോകേണ്ടത്. എന്തുകൊണ്ടാണ് വെള്ളാപ്പള്ളി നടേശനെ പോലെ കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു സമുദായ സംഘടനയുടെ നേതാവിന് അത്തരത്തിലൊരു നിലപാട് സ്വീകരിക്കേണ്ടി വരുന്നത്? പ്രത്യേകിച്ചും ഹിന്ദു സമുദായ സംഘടനകൾക്കെല്ലാം കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ ഇടതുപക്ഷം നടത്തിയിട്ടുള്ള ധാരാളം ഹിന്ദുവിരുദ്ധമായിട്ടുള്ള പ്രവർത്തനങ്ങളോട് മാനസികമായി തന്നെ വലിയ വിപ്രതിപത്തിയും വലിയ എതിർപ്പും ഉള്ളവരാണ്. അത് NSS ആവട്ടെ, SNDP ആവട്ടെ, അവരുടെ പ്രവർത്തകരാവട്ടെ, സാധാരണ ഹൈന്ദവ സമൂഹമാവട്ടെ, ശബരിമലയിൽ ഉൾപ്പെടെ നടത്തിയിട്ടുള്ള അതാണോ ആ സമുദായ സംഘടനകളുടെ നേതൃത്വം പ്രകടിപ്പിക്കുന്നത്? നോക്കൂ, ഇപ്പൊ വെള്ളാപ്പള്ളി നടേശൻ ഇതിപ്പോ ആദ്യമായിട്ടൊന്നുമല്ല, LDFന്റെ പ്രചാരകനെ പോലെ പ്രവർത്തിക്കുകയാണ്. നോക്കൂ, ശബരിമല ഒരു വൈകാരിക വിഷയമാണല്ലോ. ശബരിമലയിൽ യുവതീ പ്രവേശന വിഷയം ഉണ്ടായപ്പോൾ സമരം ആദ്യം ആരംഭിച്ചത് ആരാണ്? NSS ആണ്. NSS തുടങ്ങി, പിന്നെ അത് നാമജപ പ്രതിഷേധങ്ങളായി, പിന്നീടാണ് സംഘപരിവാർ സംഘടനകളൊക്കെ വരുന്നത്. ഇപ്പൊ ശബരിമല സ്വർണ്ണക്കൊളയിൽ കോൺഗ്രസും നിങ്ങളൊക്കെ സമരം ചെയ്യാണല്ലോ. NSS ഇറങ്ങിയിട്ടുണ്ടോ? നോക്കൂ, ഈ 2026 തെരഞ്ഞെടുപ്പിന് മുൻപ് ഹൈന്ദവ സാമുദായിക സംഘടനകളുടെ SNDPയുടെയും NSSന്റെയും ബ്ലാങ്ക് ചെക്കാണ് പിണറായി വിജയന്റെ കയ്യിലിരിക്കുന്നത്. അതാണ് ഞാൻ പറഞ്ഞു വന്നത്. അങ്ങനെ മുഴുവിപ്പിക്കാൻ സമ്മതിക്കാത്തത് കൊണ്ടാണ് ഈ ഇടപെടലിന്റെ ആവശ്യം വന്നത്. ഞാൻ അത് തന്നെയാണ് ഞാൻ പറയാൻ ശ്രമിക്കുന്നത്. അത്രയും തീവ്രമായിട്ടുള്ള ഒരു ഹിന്ദു വിരുദ്ധ സമീപനം സ്വീകരിക്കുന്ന ഇടതുപക്ഷത്തോട് വിപ്രതിപത്തിയും വിയോജിപ്പുമുള്ള ഹിന്ദു സംഘടനകൾ പോലും എന്തുകൊണ്ട് ഈ അവസാന ലാപ്പിൽ ഇടതുപക്ഷത്തിന് അനുകൂലമെന്ന് തോന്നുന്ന വണ്ണത്തിലുള്ള പ്രസ്താവനകൾ പുറപ്പെടുവിക്കുന്നു? ഇതിന്റെ കാരണമാണല്ലോ നമ്മൾ യഥാർത്ഥത്തിൽ അന്വേഷിക്കേണ്ടത്. അതിന് യഥാർത്ഥത്തിലുള്ള കാരണം ഇവിടെ UDFന്റെ ഭരണത്തെ സംബന്ധിച്ച് ഉണ്ടായിട്ടുള്ള ഒരു ആശങ്കയാണ്. ഇവിടെ ജനവിരുദ്ധമായിട്ടുള്ള ഇടതുപക്ഷത്തിന്റെ സർക്കാർ മാറിക്കഴിഞ്ഞാൽ പകരമായി വരാൻ പോകുന്നത് BJP ഭരണത്തിൽ വരണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പക്ഷേ കേരളത്തിൻ്റെ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ എത്രയാണ് 71 സീറ്റുകൾ നേടിക്കൊണ്ട് ഭരണത്തിൽ വരാൻ സാധ്യതയുള്ള അടുത്ത ബദൽ ആരാണെന്ന് ആലോചിക്കുമ്പോൾ കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ കൂടി UDF നേടിയിട്ടുള്ള മുന്നേറ്റം വെച്ച് നോക്കുന്ന സമയത്ത് പകരമായി വരുന്നത് UDF ആണെങ്കിൽ അത് അതിനേക്കാൾ വലിയ വിപത്താവുമോ എന്ന ആശങ്കയാണ് പലപ്പോഴും ഹിന്ദു സമുദായ സംഘടനകളെ കൊണ്ട് ഇത്തരത്തിൽ പറയിപ്പിക്കുന്നത്. അതിൻ്റെ കാരണം ഇവിടെ ഇടതുപക്ഷത്തിൻ്റെ ജനവിരുദ്ധമായിട്ടുള്ള ആ ഭരണത്തിന് അതിന് ബദലായിട്ട് ഒരു ജനക്ഷേമകരമായിട്ടുള്ള സദ്ഭരണത്തിൽ ഊന്നിയിട്ടുള്ള ഒരു ഭരണത്തെ അല്ല ഇവർ UDF ഇവിടെ പ്ലേസ് ചെയ്യുന്നത്. പകരം അവർ ഊന്നുന്നത് ന്യൂനപക്ഷ മുസ്ലിം വോട്ട് ബാങ്കിൽ ഊന്നിക്കൊണ്ടുള്ള, തീവ്ര മുസ്ലിം വോട്ട് ബാങ്കിൽ ഊന്നിക്കൊണ്ടുള്ള ഒരു ബദലിനാണ് അവർ ഊന്നിക്കൊണ്ടിരിക്കുന്നത് എന്നതാണ് ഇത്തരത്തിലുള്ള ആശങ്കയ്ക്ക് സൃഷ്ടിക്കുന്നത്. ഈ കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ പോലും SDPയുടെ PFI എന്ന് പറയുന്ന നിരോധിതമായിട്ടുള്ള രാജ്യവിരുദ്ധ പ്രവർത്തനം നടത്തുന്നതിന്റെ പേരിൽ നിരോധിക്കപ്പെട്ടിട്ടുള്ള സംഘടനയുടെ രാഷ്ട്രീയ ആമായിട്ടുള്ള SDPIയുടെ, അതേപോലെ തന്നെ മൗദൂദിയുടെ ഇന്ത്യയെ ഒരു ഇസ്ലാമിക രാഷ്ട്രമാക്കണം, ശരിയ
നിയമത്തിന് കീഴിൽ കൊണ്ടുവരണം എന്ന് പ്രഖ്യാപിക്കുന്ന മൗദൂദിയുടെ ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയ സംഘടനയായിട്ടുള്ള വെൽഫെയർ പാർട്ടി പോലെയുള്ള സംഘടനകളുടെ പിന്തുണയും അവരുടെ പൂർണ്ണമായിട്ടുള്ള പങ്കാളിത്തവും നിർലജ്ജം സ്വീകരിച്ചുകൊണ്ട് അവരെ കൂടി മുന്നണിയുടെ ഭാഗമാക്കിക്കൊണ്ട് തെരഞ്ഞെടുപ്പിനെ നേരിടുകയും തെരഞ്ഞെടുപ്പിൽ ജയിക്കുകയും ചെയ്യുന്ന ഈ പറയുന്ന UDFന്റെ രാഷ്ട്രീയ ശൈലി കാണുന്ന സമയത്ത് ഇവർ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ കേരളത്തിൽ ഒരു ന്യൂനപക്ഷ ഭരണമാണോ സംഭവിക്കാൻ പോകുന്നത് എന്ന ആശങ്കയാണ്. ഇത് ഞാൻ മുഴുവനാക്കട്ടെ, ഞാൻ പറഞ്ഞു തുടങ്ങിയിട്ടേ ഉള്ളൂ. അതായത് ഇതിന്റെ യഥാർത്ഥത്തിലുള്ള ഉത്തരവാദികൾ യഥാർത്ഥത്തിൽ UDF തന്നെയാണ്. കാരണം ഈ പറയുന്ന ഇത്തരം തെറ്റായിട്ടുള്ള ടെൻഡൻസികളെ തിരുത്താനോ അതിനെ തള്ളി പറയാനോ തയ്യാറാവാതെ അതിന് തങ്ങൾക്ക് തെരഞ്ഞെടുപ്പിൽ ജയിക്കണമെന്ന ഒറ്റ ലക്ഷ്യം മാത്രം വെച്ചുകൊണ്ട് നിർലജ്ജമായി സ്വീകരിക്കുന്ന സമീപനമാണ്. SDP-നെ തള്ളി പറയാൻ ഈ പറയുന്ന പോയിന്റിലേക്ക്, അതായത് ന്യൂനപക്ഷ ഭരണം എന്ന ഭയത്താൽ ഹൈന്ദവ സാമുദായിക സംഘടനകൾ ഇടതുപക്ഷം ചേരുന്നു. ആ പോയിന്റ് ഒന്ന് ഡിസ്കസ് ചെയ്തതിനു ശേഷം ഞാൻ അടുത്ത പോയിന്റുകളിലേക്ക് വരാം. ശ്രീ ശങ്കുട്ടിദാസ്, ശ്രീ ജേക്കബ് ജോർജ്, ഇപ്പോ നമ്മൾ ഈ പരമ്പരാഗതമായി കേരള രാഷ്ട്രീയത്തിലെ ജയപരാജയങ്ങൾ വിലയിരുത്തുമ്പോൾ CSDS-ന്റെ പോസ്റ്റ് പോൾ സ്റ്റഡി വളരെ പ്രധാനപ്പെട്ട സ്റ്റഡിയാണ്. കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളെയും 2016-ലെയും 2021-ലെയും തെരഞ്ഞെടുപ്പുകളെ ആസ്പദമാക്കി നടത്തിയിട്ടുള്ള സ്റ്റഡീസിൽ കാണാവുന്നത് ന്യൂനപക്ഷ പിന്തുണ എല്ലാ കാലത്തും UDF-നാണ്. 65-70% വരെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പോലും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അപ്പോഴും ഒരു 30%, 25 മുതൽ 30% വരെ ക്രിസ്ത്യൻ വോട്ടും മുസ്ലിം വോട്ടും LDF-ന് കിട്ടിയിരുന്നു. LDF-ന്റെ പൊളിറ്റിക്കൽ വോട്ട് പ്ലസ് ഈ വോട്ടുകൾ കൂടി ചേരുമ്പോഴാണ് LDF-ന് 95-99 ഒക്കെ സീറ്റ് നേടാൻ കഴിയുക എന്നിരിക്കെ ആ ന്യൂനപക്ഷ വോട്ടുകൾ എൻ ബ്ലോക്കായി UDF-ലേക്ക് പോകുന്ന ഒരു സ്ഥിതിശേഷം ഉണ്ടാക്കുന്നത് LDF-ന് ഗുണകരമാവില്ലല്ലോ. ഇപ്പോഴത്തെ ഈ വെള്ളാപ്പള്ളി അടക്കമുള്ള സകല വിഷയങ്ങളും ന്യൂനപക്ഷങ്ങളെ അസ്വസ്ഥരാക്കുന്നതാണ്. അത് നമ്മൾ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കണ്ടിട്ടുണ്ട്, വളരെ കൺസോളിഡേറ്റഡ് ആയിട്ടുള്ള വോട്ടിംഗ് കണ്ടിട്ടുണ്ട്. അത് തന്നെ ഈ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലും നടക്കണമെന്ന നിർബന്ധ ബുദ്ധി മുഖ്യമന്ത്രിക്കുള്ളതുപോലെ തോന്നുന്നുണ്ടോ? അല്ല, മുഖ്യമന്ത്രിയുടെ പ്രശ്നമല്ല ഇത്. വെള്ളാപ്പള്ളി നടത്തുന്ന പ്രസ്താവനകൾ, മുൻപ് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് മുമ്പ് അദ്ദേഹം നടത്തിയ പ്രസ്താവനകൾ, മുസ്ലിങ്ങൾക്കെതിരെ, മലപ്പുറത്തിനെതിരെ, ആ ബെൽറ്റിനെതിരെ, മുസ്ലിം ബെൽറ്റിനെതിരെ, മുസ്ലിം സമുദായത്തിനെതിരെ, മുസ്ലിം ലീഗിനെതിരെ അദ്ദേഹം നടത്തുന്ന തുടർച്ചയായ പ്രചാരണവും പ്രഘോഷണവും തീർച്ചയായിട്ടും ഇടതുമുന്നണിക്കെതിരാണ്. എന്നിട്ട് അദ്ദേഹം ഇടതുപക്ഷത്തിൻ്റെ കൂട്ടത്തിനെ നിൽക്കുകയും ചെയ്യും. ഇന്ന് അതിന് ബിനോയ് വിശ്വം നൽകിയ മറുപടിയാണ് കൃത്യമായ മറുപടി. അല്ല, അത് പിണറായി വിജയന് മനസ്സിലാവുന്നില്ലല്ലോ. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ വാർത്താ സമ്മേളനത്തിലും അദ്ദേഹം വെള്ളാപ്പള്ളി നടേശനെ ന്യായീകരിച്ചു. അദ്ദേഹത്തിനെ ന്യായീകരിച്ചു എന്ന് മാത്രമല്ല, അദ്ദേഹത്തിന്റെ പ്രസ്താവനകൾ, നേരത്തെ ശ്രീ M ജയേന്ദ്ര പറഞ്ഞല്ലോ, അദ്ദേഹത്തിന്റെ പ്രസ്താവനകൾ ഒരു സമുദായത്തിനെതിരെയല്ല, ഒരു പാർട്ടിക്കെതിരെയാണ്, മുസ്ലിം ലീഗിനെതിരെയാണ്. പിന്നെന്താ പ്രശ്നം എന്ന് ചോദിച്ചു പിണറായി വിജയൻ. അല്ല, ഇപ്പൊ തന്നെ ഇടതുപക്ഷ മുന്നണി ശരിക്കും മൗദൂദി അവർക്കെതിരെയൊക്കെ എടുത്ത തീരുമാനം അതൊരു വലിയ പരസ്യമായിട്ട് മാറി. പക്ഷേ ആ തീരുമാനം പോലും മുസ്ലിം സമുദായത്തിനെതിരായ നിലപാടെന്ന് വ്യാഖ്യാനിക്കപ്പെട്ടു സമൂഹത്തിൽ. അതാണ് ശരിക്കും അഭിലാഷ ശ്രദ്ധിക്കേണ്ടത്. ആ നിലപാട് പോലും അത് രാഷ്ട്രീയമായ നിലപാടാണ്. വർഗീയതയ്ക്കെതിരായ, തീവ്രതയ്ക്കെതിരായ, സമുദായ തീവ്രതയ്ക്കെതിരായ നിലപാടാണ് CPM എടുത്തത്. പക്ഷേ അതുപോലെ അക്ഷരാർത്ഥത്തിൽ ജനങ്ങളുടെ അടുത്ത് ചെന്നപ്പോഴത്തേക്ക് വ്യാഖ്യാനിക്കപ്പെട്ടത് വേറെ തരത്തിൽ. ഞാൻ ഒരു ഉദാഹരണം കൂടെ പറയട്ടെ. ഈ 1994-95 ആ സമയത്ത് വെള്ളാപ്പള്ളി നടേശൻ CPM-നെതിരെ ഒരു വലിയ പ്രചാരണം നടത്തി കണ്ണൂർ, കാസർഗോഡ് മേഖലകളിൽ. എന്താണെന്നറിയാമോ? അവിടുത്തെ യുവാക്കൾ മുഴുക്കുകയും CPM-ന്റെ ചാവേറുകളായിട്ട് മാറുന്നു. അന്ന് CPM RSS സംഘടനം തുടർച്ചയായിട്ട് നടക്കുന്ന സമയമാണ്. ഞാനിന്ന് ഇന്ത്യ ടുഡേ ലേഖകനാണ്. ഞാൻ മിക്കവാറും എല്ലാ ആഴ്ചകളിലും കണ്ണൂർ, കാസർഗോഡ് ഭാഗങ്ങളിൽ പോകുമായിരുന്നു. എന്തെങ്കിലും ഒരു കൊലപാതകം നടക്കും, അതെൻ്റെ ഒരു പ്രധാനപ്പെട്ട വിഷയവുമായിരുന്നു. അന്ന് നോക്കിയപ്പം വെള്ളാപ്പള്ളിയെ ഞാൻ കണ്ടു, അവിടെ വെച്ച് ഞാൻ കണ്ടു. അദ്ദേഹം പറഞ്ഞത്, ഞങ്ങൾ കാശും കൊണ്ട് വന്നിരിക്കുകയാണ്. ഞാൻ എങ്ങനെ ഞങ്ങളുടെ യുവാക്കൾക്ക് കൊടുക്കാൻ, DYFI-യിൽ CPM-ലും RSS-ലുമുള്ള ഞങ്ങളുടെ യുവാക്കൾക്ക് കൊടുക്കാൻ വേണ്ടി കണ്ണൂരിലും കാസർഗോഡിലും ഞാൻ കാശ് കൊണ്ട് വന്നിരിക്കുക. ഞങ്ങൾ ഓരോ കല്യാണം നടത്തുമ്പോഴും ഞങ്ങൾക്ക് കുറി കിട്ടും, കാശ് പിരിക്കും. ഓരോ കല്യാണത്തിനും, സമുദായത്തിലെ കല്യാണത്തിന് സംഘടന വഴി, സ്ഥാപനം വഴി പിരിക്കും. ആ കാശ് ഇഷ്ടം പോലെ വന്നുകൊണ്ടിരിക്കുകയാണ്. ആ കാശൊക്കെ ഞാൻ വിതരണം ചെയ്യും. അങ്ങനെ നാളെ CPM-ൻ്റെയും RSS-ൻ്റെയും പ്രതാപം ഞാനിവിടെ കുറയ്ക്കും എന്നാണ് എനിക്ക് തന്ന അഭിമുഖത്തിൽ അദ്ദേഹം പറഞ്ഞത്. ഞാൻ തിരുവനന്തപുരത്ത് വന്നിട്ട് പിണറായി വിജയനെ കണ്ടു. അന്ന് അദ്ദേഹം പാർട്ടി സെക്രട്ടറിയാണ്. ഏകൈ സെൻറ്ററിൽ പോയി കണ്ടു. പിണറായി വിജയൻ എന്നോട് ഒറ്റ വാചകമേ പറഞ്ഞുള്ളൂ, അഭിലാഷേ, രസകരമായ ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ ആ ഒരു ഗംഭീരമായൊരു പ്രയോഗം, ആ കാശൊക്കെ തീരുമ്പോഴേ ഞങ്ങളുടെ സഹാക്കളിലേക്ക് പോരും എന്നാ പിണറായി വിജയൻ പറഞ്ഞത്. അതുപോലെ സംഭവിച്ചു. എവിടെ പോയി? വെള്ളാപ്പള്ളിയുടെ വെല്ലുവിളി CPM-ന് എനിക്ക് ഓർമ്മയുണ്ട്. മലബാർ മഹാസംഗമം എന്ന പേരിൽ അതൊക്കെ നടത്തി. പക്ഷെ അതൊന്നും വിജയിച്ചില്ല. പക്ഷെ ഇപ്പോ ഈ അങ്ങനെ ദ്രോഹിച്ചിട്ട് നടക്കാതിരുന്നത് സ്നേഹിച്ചിട്ട് നടക്കുന്ന മട്ടാണ് എന്നുള്ളതാണ് അഭിലാഷിന്റെ ചോദ്യം. ഞാൻ പറയാം അഭിലാഷേ, ഇത് വെള്ളാപ്പള്ളിയുടെ ഒരു സ്വഭാവമാണ്. വെള്ളാപ്പള്ളി ഇങ്ങനെയൊക്കെ പറഞ്ഞാലും മുസ്ലിം സമുദായം കേരളത്തിൽ വളരെ അങ്ങേയറ്റം
ഒട്ടും സമുദായ സ്പർദ്ധയില്ലാതെ അങ്ങേയറ്റം സാഹചര്യത്തിൽ കഴിയുന്ന ഒരു സമുദായമാണ്. ശരി. യാതൊരു സംശയമില്ല. മുസ്ലിം ലീഗ് അതിന്റെ നേതൃത്വത്തിലിരിക്കുന്നവർ അന്ന് നമ്മൾ കണ്ടതാണല്ലോ. അത് ശരിക്കും ബാബറി മസ്ജിദ് തകർന്നപ്പോഴേ കേരളത്തിലല്ലേ അങ്ങേയറ്റ സമ്മതനം. ഞാനിന്ന് അവിടെ ഉണ്ടായിരുന്നു മലപ്പുറത്ത്. ഒരു പ്രശ്നം ഉണ്ടായില്ല, ഒരു കരിയിലെ പോലെ അനങ്ങിയില്ല കേട്ടോ. ശരി, ശ്രീ ഷാഫി ചാലിയം, ഈ സാമുദായികത എന്ന് പറയുന്നത് ഇരുതല മൂർച്ചയുള്ള വാളാണ്. ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ നടത്തുന്ന പരാമർശങ്ങൾ, അതിനോടുള്ള പ്രതികരണങ്ങളൊക്കെ വളരെ ഏകീകൃതമായ നിലയിൽ ഉള്ള ഒരു വോട്ടിങ്ങിന് ഇടയാക്കാമെന്ന് നമ്മൾ മലപ്പുറത്തും കോഴിക്കോടും ഒക്കെ കണ്ടതാണ്. അതും ഒരു ഘടകമാണ്. ഭരണവിരുദ്ധ വികാരം പോലെ തന്നെ അതും ഒരു ഘടകമാണ്. പക്ഷേ അങ്ങനെ സംഭവിക്കുമ്പോൾ അതിന് കൗണ്ടർ കൺസോൾട്ടേഷനും ഉണ്ടാവും. എല്ലാ സാമുദായിക ധ്രുവീകരണത്തിലും സംഭവിക്കുക അങ്ങനെയാണല്ലോ. ഒരു സംഘടിതമായ വോട്ടിംഗ് ഉണ്ടായാൽ അതിന് മറുവശത്ത് വേറെയും സംഘടിതമായ വോട്ടിംഗ് ഉണ്ടാകും. അപ്പോൾ രാഷ്ട്രീയം ആ തരത്തിൽ സാമുദായികവൽക്കരിക്കപ്പെടും. അത് ആത്യന്തികമായി ജനാധിപത്യത്തിന് ഗുണം ചെയ്യില്ല. UDF അതിന്റെ അപകടം പൂർണ്ണമായി തിരിച്ചറിയുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. എന്തായാലും SDPI പിന്തുണയോടുകൂടി ആരും ജയിക്കേണ്ടതില്ല എന്ന് തീരുമാനിക്കുകയൊക്കെ ചെയ്തത് ആ അപകടം തിരിച്ചറിഞ്ഞതുകൊണ്ടായിരിക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷെ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ ഇങ്ങനെയുള്ള അജണ്ടകളിൽ കെട്ടി തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നത് ഈ അടുത്ത തെരഞ്ഞെടുപ്പിനെ സഹായിച്ചാൽ പോലും ഭാവിയിൽ അത് അങ്ങനെയാകുമോ? അഭിലാഷ്, പ്രധാനമായിട്ടും ഇന്ന് വെള്ളാപ്പള്ളി പറഞ്ഞ കാര്യങ്ങൾ അത് ശുദ്ധ കളവും അസംബന്ധവുമായിരുന്നു എന്നത് അത് വിശദീകരിക്കേണ്ട ബാധ്യതയാണ് ഇന്ന് ഞങ്ങളെപ്പോലുള്ളവർക്കുള്ളത്. ഞാനതിൻ്റെ സ്റ്റാറ്റിസ്റ്റിക്സ് കഷ്ടപ്പെട്ട് സംഘടിപ്പിച്ചിട്ട് അവിടെ വന്നത്. അതൊന്നും കണ്ടിന്യൂ ചെയ്യിപ്പിക്കാൻ അഭിലാഷം സമ്മതിക്കുന്നില്ല. ഇതറിയണ്ടേ നാട്ടുകാർ? ഒറ്റ സ്ഥാപനം, ഒരു കുട്ടി സ്ഥാപനം പോലും ഈ 3 ജില്ലയിലും ഞങ്ങൾക്ക് തന്നില്ല എന്ന് പറയുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ സമുദായക്കാർക്ക് നൂറുകണക്കിന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മലപ്പുറം ജില്ലയിലും വയനാട് ജില്ലയിലും കാസർഗോഡ് ജില്ലയിലും ഉണ്ട് എന്നത്, അത് ഞാൻ പറയുന്നത് നിങ്ങൾ എന്തിനാണ് തടസ്സപ്പെടുത്തുന്നത്? അല്ല, അതെല്ലാവരും കേൾക്കല്ലേ വേണ്ടത്? അങ്ങനെ വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം അച്ചട്ടാണെന്ന് ഇവിടുത്തെ നാട്ടുകാരെല്ലാം വിശ്വസിച്ചിരിക്കുകയാണെന്ന് ഞാൻ കരുതുന്നില്ല. ഒന്നാമത്തെ കാര്യം, അത് അങ്ങനെ വലിയ വിശദീകരണം അർഹിക്കുന്ന ഒരു കാര്യമാണെന്ന് വിചാരിക്കുന്നില്ല. പിന്നെ SN ട്രസ്റ്റിന് സ്ഥാപനങ്ങളില്ല എന്നാണ് ഞാൻ പറഞ്ഞതെന്ന് അദ്ദേഹത്തിന് വിശദീകരിക്കുകയും ചെയ്യാം. അങ്ങനെയാണ് അയാൾ പറഞ്ഞത്. എൻ്റെ സമുദായത്തിന് വേണ്ടി ഞാനൊരു ദുഃഖം അറിയിച്ചു എന്ന് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ ഇതൊക്കെ പല പുതിയ ജനറേഷൻ അറിയില്ല. ഇയാൾ പറഞ്ഞത് ശരിയല്ലേ എന്നൊരു തോന്നൽ ആളുകളിൽ ഉണ്ടായാൽ എന്താ സംഭവിക്കുക? ധ്രുവീകരണം സംഭവിക്കുക. അപ്പോൾ അതിനാണ് ഞാൻ ഈ കണക്കായിട്ട് വന്നത്. കാസർഗോഡ് ജില്ലയിലെ ഒരു 10-40 സ്കൂളുടെ കണക്ക് എൻ്റെ കയ്യിലുള്ളത്. വയനാട് ജില്ലയിൽ നിന്ന് ഇപ്പോൾ വന്നിട്ട് 39 സ്ഥാപനങ്ങൾ, നമ്മുടെ ഈ തീയ സഹോദരന്മാർ മാനേജ് ചെയ്തിട്ടുള്ള സ്ഥാപനങ്ങളും കോളേജുകളും. അതേപോലെ മലപ്പുറം ജില്ലയിൽ ഒരു 60 എണ്ണം ആയി കഴിഞ്ഞു. അപ്പോൾ ഇത് കള്ളമാണ്. ആദ്യം അതോടെ പറഞ്ഞു വെക്കുക. പിന്നെ ഈ BJPയുടെ പ്രതിനിധി അദ്ദേഹം സംസാരിക്കുന്നത് ആർക്ക് വേണ്ടിയാണ്? ഇവിടെ ഒരു CPM പ്രതിനിധിയുടെ അഭാവം അദ്ദേഹം കോമ്പൻസേറ്റ് ചെയ്യേണ്ടതെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം എന്താണ് മാറാട് ജുഡീഷ്യൽ കമ്മീഷൻ റിപ്പോർട്ട്? ആ റിപ്പോർട്ട് അദ്ദേഹം ഒന്ന് പറയട്ടെ. അതിൽ പ്രധാനമായി കുറ്റപ്പെടുത്തുന്നത് CPMനെയാണ്. അരയ സമാജവും അവിടുത്തെ പള്ളി കേന്ദ്രീകരിച്ചുള്ള മാറാടുത്തെ മുസ്ലിം സഹോദര സംഘടനകളും അവർ ഒരുമിച്ച് ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ നിർത്തി ഈ മൊയ്തീൻ കോയ എന്ന ആളെ അവിടുന്ന് വിജയിപ്പിച്ചു. അന്ന് തൊട്ട് ഈ 2 മുസ്ലിങ്ങളും തീരപ്രദേശത്തുള്ള ഹിന്ദുക്കളും തമ്മിലുള്ള ഈ സൗഹൃദത്തെ തകർക്കാതെ CPM എന്ന പാർട്ടിക്ക് ഒരു രക്ഷയില്ല. ഈ CPMലേക്കാണ് അതിൻ്റെ കുറ്റപ്പെടുത്തലുകൾ മൊത്തം പോയത്. അതൊക്കെ വക്കീൽ കൂടിയായ ശങ്കുട്ടി ദാസ് മറച്ചു വെക്കുകയാണ്. കാരണം ഇപ്പം CPMനെ നോവിക്കാൻ പാടില്ല എന്നത് BJPയുടെ താല്പര്യമാണ്. മാത്രമല്ല, ഞങ്ങളുടെ നേതാവ് മായനാജിൻ്റെ പേര് പറഞ്ഞു. എന്താ മായനാജിൻ്റെ പേര്? മായനാജി എന്താ കത്തിയെടുത്ത് കുത്തിയെന്നാണോ പറഞ്ഞത്? അല്ല, മായനാജി 1ാം മാറാട് കലാപത്തിൽ മരണപ്പെട്ട CPM അനുഭാവി. ആ CPM അനുഭാവിയാണ് 1ാം കലാപത്തിൽ മരണപ്പെട്ടത്. ആ കൊന്ന ആളുകളോട് പ്രതികാരം ചെയ്യാൻ ഈ CPMകാരനായ മരണപ്പെട്ട കക്ഷിയുടെ ബന്ധുക്കൾ അവർ പ്രതികാരത്തിന് കോപ്പ് കൂട്ടുണ്ട്. അത് ഒരു പക്ഷേ അറിയാൻ സാധ്യതയുള്ള ആളായിരുന്നു മായനാജി. ആ നിലക്ക് മായനാജി അത് പോലീസിനെ ഇൻഫോം ചെയ്യണമായിരുന്നു എന്ന ഒരു അനുമാനമാണ് നടത്തിയത്. എവിടെയും ശരിവെച്ചിട്ടില്ല, എവിടെയും ആരും ഒന്നും ചെയ്തിട്ടില്ല. ഈ മൊയ്തീൻ കോയരൊക്കെ മൊയ്തീൻ കോയൊക്കെ കോടതി വെറുതെ വിട്ടതിൽ പെട്ടതാ. പ്രതികൾ ഇപ്പോഴും അത്ത് എടുക്കണം. ആരാ ലീഗ് പ്രവർത്തകരാണെന്ന് മാത്രം നിങ്ങൾ പറയുന്നത്? നമ്മൾ എന്താണ് മാറാട് കലാപം എന്ന വിഷയം ഇവിടെ ഉന്നയിക്കേണ്ട ആവശ്യം എന്താ? മാറാട് കൂടി ഇവിടെ ഇനിയും ചർച്ചക്കെടുത്താൽ എന്താ ഇവിടെ സംഭവിക്കുക? ഈ വെള്ളാപ്പള്ളിയുടെ ഉദ്ദേശവും വെള്ളാപ്പള്ളിയുടെ ചോദ്യം നിങ്ങൾ ഇന്നോട് ആ മാറാട് സംബന്ധിച്ച കാര്യം ചോദിക്കാൻ തന്നെ പാടില്ല. ചോദിച്ചാൽ ഞാൻ ഇതിന് വിശദീകരണം പറയുമ്പോൾ BJPക്കാരെടുത്ത് ഇത് പറയും. ഇനി നാളെ മാറാടിൻ്റെ മുകളിൽ ഈ നാട് ഇനിയും ചർച്ച ചെയ്യണം. ഇത് എവിടേക്കാണ് ഇങ്ങനെ പോകുന്നത്? അത് നിങ്ങൾ മനസ്സിലാക്കണം. ഇന്നിപ്പോൾ ഞാൻ സംസാരിക്കുകയാണ്, ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ജില്ലയാണ് മലപ്പുറം. അത് അഭിലാഷം സംഭവിക്കുമല്ലോ. ഏറ്റവും കൂടുതൽ സർക്കാരിലേക്കും കേന്ദ്രത്തിലേക്കും നികുതി കൊടുക്കുന്ന ഒരു ജില്ലയാണ് മലപ്പുറം.
ആ മലപ്പുറം ജില്ലയിലേക്ക് 204 ഡോക്ടർമാരെ സംസ്ഥാന സർക്കാർ ഇന്ന് നിയമിച്ചപ്പം വെറും 4 ഡോക്ടർമാരെയാണ് മലപ്പുറം ജില്ലയ്ക്ക് അനുവദിച്ചത്. അത് മനസ്സിലാക്കുക. ഇത് എന്തൊരു ഡിസ്ക്രിമിനേഷനാണത്. ഒരു ജില്ലയോട് ചെയ്യുന്ന അനീതി നിങ്ങളെ മാധ്യമങ്ങൾ എന്തുകൊണ്ട് അത് ശക്തമായി പറയുന്നില്ല? അവിടെ ജീവിക്കുന്ന 10-30% ഹിന്ദുക്കളില്ലേ, 5-6% ക്രിസ്ത്യാനികളില്ലേ? ഒരു പ്രതിപക്ഷമില്ലാത്ത ഒരു ജില്ലാ പഞ്ചായത്ത് അവിടുത്തെ ജനങ്ങൾ മുസ്ലിം ലീഗിന് സമ്മാനിച്ചു എന്നതിന് ഇவ்விதമുള്ള പ്രതികാരമാണ് ചെയ്യേണ്ടത്. 202 ഡോക്ടർമാരെ കേരളത്തിൽ നിയമിച്ചപ്പോൾ മലപ്പുറം ജില്ലയിലേക്ക് വെറും 4. ഇതെന്തൊരു കണക്കാണിത്? എന്തൊരു അനീതിയാണിത്? ഇത് എന്തുകൊണ്ട് മാധ്യമ ലോകം ഇതിനെതിരെ ശബ്ദിക്കുന്നില്ല? ഇതല്ലേ ഗൗരവമുള്ള വിഷയം? അതിഗൗരവപരമായി കണ്ട വിഷയമല്ലത്. ഈ ജില്ലക്കാരിഞ്ഞ് എന്ത് ചെയ്യണം? ഒരു ജില്ലയിൽ ജനിച്ചു പോയി എന്ന കാരണത്താൽ ഇമാതിരി ഗതികേട്, ഇമാതിരി അവസ്ഥ, ആ ജനത്തിന് ആരോഗ്യ പ്രശ്നമുള്ളത് ശരി ശരി അല്ലേ? ഏറ്റവും വലിയ ആരോഗ്യ പ്രശ്നമല്ലേ ഡോക്ടർമാരുടെ കാര്യത്തിൽ? എന്താ ശബ്ദിക്കാത്തത്? നിങ്ങളെ മാധ്യമ ലോകം തീപ്പന്തമാകണം ഈ വിഷയത്തിൽ. ഒരു ജില്ലയിൽ കാണിക്കുന്ന അനീതിയിൽ എനിക്ക് അതാണ് നിങ്ങളോട് പറയാനുള്ളത്. ശരി, ഓക്കെ. എന്തായാലും ഞാനിപ്പോൾ പെട്ടെന്ന് താങ്കൾ ഈ തോമസ് പി ജോസഫ് കമ്മീഷന്റെ കാര്യം ഉദ്ധരിച്ചതുകൊണ്ട് പെട്ടെന്നൊന്നും എടുത്തു നോക്കി. അതിലിപ്പോൾ താങ്കൾ പറഞ്ഞതുപോലെ CPM-ന്റെ സാന്നിധ്യം അതിൽ പറയുന്നില്ല, പക്ഷേ മുസ്ലിം ലീഗിന്റെ സാന്നിധ്യം പലയിടത്ത് പറയുന്നുണ്ട്. അന്നത്തെ സർക്കാരിനെയും കുറ്റപ്പെടുത്തിയിട്ടുണ്ട്. ദ IUML ആക്ടിവിസ്റ്റ്സ് ആർ ആക്റ്റീവ്ലി ഇൻവോൾവ്ഡ് ഇൻ ദ പ്ലാനിംഗ് ആൻഡ് എക്സിക്യൂഷൻ ഓഫ് ദ മാസക്കർ അറ്റ് മാറാഡ് ബീച്ച് ഓൺ 2/5/2003. ഇറ്റ് ഈസ് ക്വൈറ്റ് അൺലൈക്ലി ദാറ്റ് IUML ആക്ടിവിസ്റ്റ്സ് were thus involved without the blessing of their leadership, at least in the local level. നേതൃത്വത്തിന്റെ അറിവില്ലാതെയാണ് മുസ്ലിം ലീഗ് പ്രവർത്തകർ ഈ കലാപത്തിൽ പങ്കുചേർന്നതെന്ന് കരുതാനാകില്ല എന്നാണ് തോമസ് പി ജോസഫ് കമ്മീഷൻ പറയുന്നതെന്ന് മാത്രമല്ല, there is every reason to think that ശ്രീ മായിൻ ഹാജി, chairman of Calicut Development Authority and the leader of the IUML, had prior information about the conspiracy. ഗൂഢാലോചനയെക്കുറിച്ച് മായിൻ ഹാജിക്ക് മുൻകൂർ അറിവുണ്ടായിരുന്നു എന്നാണ് ജുഡീഷ്യൽ കമ്മീഷൻ പറയുന്നത്. എന്ന് മാത്രമല്ല, ഈ സർക്കാരിനെ കുറിച്ചും അക്കാര്യത്തിൽ നെഗറ്റീവായിട്ടുള്ള പരാമർശങ്ങൾ ഈ തോമസ് പി ജോസഫ് കമ്മീഷന്റെ ഭാഗത്തുനിന്നുണ്ട്. അതായത് സർക്കാർ, അന്നത്തെ UDF സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട CBI അന്വേഷണം വേണ്ട എന്ന് വെച്ചത് അത് അൺജസ്റ്റിഫൈഡ് ആയിരുന്നു എന്നുകൂടി ഗവൺമെന്റിനെതിരെയുള്ള വിമർശനം കൂടി ഉദ്ധരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ പറയുന്നുണ്ട് ആ കമ്മീഷൻ റിപ്പോർട്ട്. നമ്മൾ ആ മുഴുവൻ ചർച്ച അതിലേക്ക് പോകണമെന്നില്ല, താങ്കൾ അവിടെ ഉദ്ധരിച്ചതുകൊണ്ട് ഞാൻ സൂചിപ്പിച്ചു എന്നുള്ളതേ ഉള്ളൂ. വരാം താങ്കളിലേക്ക്. ശ്രീ പ്രമോദ് പുഴങ്കര, നേരത്തെ താങ്കൾ പറയുന്നത് കേൾക്കുന്നുണ്ടായിരുന്നു, ആദ്യത്തെ ഭാഗങ്ങളൊക്കെ 24, 25, 26 പേജൊന്നും എടുത്ത് വായിക്കുക. ശരി, ഓക്കെ, അതിലേക്ക് വരാം. ഇപ്പോൾ ഞാൻ ആ തുടക്കത്തിൽ കണ്ട ഭാഗങ്ങളാണ് പറഞ്ഞത്. 25, 26 പേജിലേക്ക് പോവാം. ശ്രീ പ്രമോദ് പുഴങ്കര, ഇവിടെ ഇപ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് വരികയാണ്. സാമുദായിക ധ്രുവീകരണം അതിന്റെ പാരമ്യത്തിൽ എത്തിയാൽ അതിപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ ആർക്ക് നേട്ടം ആർക്ക് കോട്ടം എന്നുള്ളതിനപ്പുറത്ത് ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ, സാമൂഹ്യമായ വിഭജനം ഈ സംസ്ഥാനത്ത് ഉണ്ടാക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ലല്ലോ. അപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ പറയുന്നത് അദ്ദേഹത്തിന്റെ മാത്രം ഐഡിയയും ബാക്കിയുള്ളവരെല്ലാം നിഷ്കളങ്കരാവുകയും ചെയ്യുക എന്നൊരു സാധ്യത അത് നമുക്ക് വിശ്വസിക്കാൻ കഴിയുന്നതാണോ? അല്ല, ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ തുടർച്ചയായിട്ട് സാങ്കേതിക തടസ്സം മൂലം കട്ടായി പോയതാണ്. അതായത് എന്താണോ BJPയുടെ അജണ്ട, എന്താണോ സംഘപരിവാറിൻ്റെയും RSSൻ്റെയും അജണ്ട, ആ അജണ്ട കേരളത്തിൽ ഹിന്ദുത്വ ഫാഷിസത്തിൻ്റെയും ഹിന്ദുത്വ പ്രത്യയശാസ്ത്രത്തിൻ്റെയും ആ വെറുപ്പിൻ്റെ രാഷ്ട്രീയ അജണ്ട കേരളത്തിൽ നടപ്പാക്കുന്നതിന് ഇന്ത്യയിൽ പലയിടത്തും അവർ ഉപയോഗിച്ച ടാക്ടിക്സ് പോലെ തന്നെ കേരളത്തിൽ അത് ഏറ്റവും പുതുതായി അവർ ഉപയോഗിക്കുന്നതും അത് പടർത്തുന്നതും വെള്ളാപ്പള്ളി നടേശൻ എന്ന SNDP യോഗം നേതാവിലൂടെയാണ്. അത് വളരെ കൃത്യമാണ്. ഒരു സവർണ ഹിന്ദുത്വത്തിന്റെ പ്രത്യയശാസ്ത്ര അജണ്ടയിൽ പ്രത്യയശാസ്ത്ര വക്താക്കളിൽ നിന്നും വ്യത്യസ്തമായിട്ട് കേരളത്തിലെ SNDP യോഗം പോലെ കേരളത്തിന്റെ നവോത്ഥാന ചരിത്രത്തിൽ സവിശേഷമായ സ്ഥാനമുള്ള വളരെ പിന്തിരിപ്പനായിട്ടുള്ള ഇടപാടുകളും അവർ ചരിത്രത്തിൽ ഉടനീളം നടത്തിയിട്ടുണ്ട് എന്നുള്ളതിൽ സംശയമൊന്നുമില്ല. എങ്കിൽ പോലും ഒരു തരത്തിൽ കേരളത്തിന്റെ നവോത്ഥാന ചരിത്രത്തിൽ ഒരു പ്രത്യേക തരത്തിലുള്ള സവിശേഷമായ സ്ഥാനമുള്ള ഒരു സംഘടനയുടെ നേതാവിനെ ഉപയോഗിച്ചുകൊണ്ട് കഴിഞ്ഞ ഏതാണ്ട് ഒരു വർഷത്തിലേറെയായി കേരളത്തിൽ സംഘപരിവാർ നടത്തിക്കൊണ്ടിരിക്കുന്ന ആസൂത്രിതമായ ന്യൂനപക്ഷ വെറുപ്പിന്റെയും ഹിന്ദുത്വ പ്രത്യയശാസ്ത്രത്തിന്റെ പ്രചാരണത്തിന്റെയും അജണ്ടയെ ഇടതുപക്ഷം ഒരു വിമർശനവും കൂടാതെ മുഖ്യമന്ത്രി പ്രതീകാത്മകമായി കാണിച്ചതുപോലെ തങ്ങളുടെ 1-ാം നമ്പർ കാറിൽ കയറ്റി കൊണ്ടുപോയി ഓടിപ്പിടിച്ചിട്ട് ആദരിക്കുന്നു എന്നുള്ളതാണ് പ്രശ്നം. ഇതിൽ നേരത്തെ ഇവിടെ പറഞ്ഞ അതുകൊണ്ടാണ് വെള്ളാപ്പള്ളി നടേശനുള്ള അതേ ആകുലത സംഘപരിവാറിനുള്ളത്, സംഘപരിവാറിനുള്ള അതേ ആകുലത CPM-നുള്ളത്. അതായത് തങ്ങളല്ലാതെ ആരെങ്കിലും വന്നാൽ BJP പറയുന്നത് ഞങ്ങൾ എന്തായാലും ഒരുപക്ഷെ വരാൻ സാധ്യതയില്ല, പക്ഷെ ഞങ്ങളല്ലാതെ UDF മറ്റോ വന്നു കഴിഞ്ഞാൽ ഇവിടെ ആകെ ന്യൂനപക്ഷ ഭരണമായി മാറും, ന്യൂനപക്ഷങ്ങളാകും. ന്യൂനപക്ഷം എന്ന് പറയുമ്പോൾ മുസ്ലിങ്ങൾ എന്നാണല്ലോ അവർ ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം അതിന്റെ പ്രായോഗികമായ രീതിയിൽ മുസ്ലിങ്ങളുടെ ഭരണമാകും. അതുകൊണ്ട് അവർ വന്നുകൂടാ. അതുകൊണ്ട് ഞങ്ങൾ പ്രിഫർ ചെയ്യുന്നത് CPM-നെയാണെന്ന് BJP പ്രതിനിധി പറയാതെ
അറിയാതെ പറഞ്ഞു വയ്ക്കുമ്പോൾ നമ്മുടെ മുമ്പിൽ നമ്മളിപ്പോൾ കാണുന്ന പോലെ ഏറ്റവും വലിയ അപകടം എന്ന് പറയുന്നത് BJP-യും CPM-ഉം തമ്മിൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന് വേണ്ടി ഒരു അൺസെന്റ് കോൺട്രാക്ട് ഉണ്ടാക്കുന്നു എന്നുള്ളത് കേരളത്തിലെ ജനാധിപത്യ മതേതര പൗരസമൂഹത്തിന്റെ വലിയ ആശങ്കയായി മാറുകയാണ്. അതുകൊണ്ടാണ് മലപ്പുറം ഹിന്ദുക്കൾക്ക് ജീവിക്കാനും ശുദ്ധമായി ശ്വസിക്കാനും പറ്റാത്ത സ്ഥലമാണെന്നും കേരളത്തിലെ എല്ലാ അവകാശങ്ങളിലും ന്യൂനപക്ഷങ്ങൾ എടുക്കുകയാണെന്നും ഈ ഹിന്ദുക്കളുടെ മുകളിൽ ന്യൂനപക്ഷം കുതിര കയറുകയാണെന്നുള്ള മട്ടിലുള്ള അതിതീവ്രമായ സംഘപരിവാർ നേതാക്കൾ പോലും പറയാത്ത തരത്തിലുള്ള വർഗീയ പ്രസ്താവനകൾ പുറത്തു പറയുന്ന, വിഷം വമിപ്പിക്കുന്ന പ്രസ്താവനകൾ പുറത്തു പറയുന്ന വർഗീയതയുടെ അധമ വ്യാപാരിയായി മാറിയ വെള്ളാപ്പള്ളി നടേശനെ പിണറായി വിജയൻ ഒരു വിമർശനവും കൂടാതെ ആദരിക്കുന്നത്. ഇവരുടെ മന്ത്രിമാർ തിരുവനന്തപുരം തൊട്ട് കാസർഗോഡ് വരെ പിടിച്ചാദരിച്ചുകൊണ്ടിരിക്കുകയാണ്. തൃശ്ശൂരായിരുന്നു ഇപ്പോൾ ഈ ബിനോയ് വിശ്വം വലിയ വർത്തമാനം വെള്ളാപ്പള്ളിക്കാണ് തൊപ്പി ചേരുക എന്നൊക്കെ പറഞ്ഞു. ബിനോയ് വിശ്വത്തിന്റെ പാർട്ടിയിൽപ്പെട്ട മന്ത്രിമാരാണ് കഴിഞ്ഞ ദിവസം തൃശ്ശൂരിൽ വെള്ളാപ്പള്ളി എന്തോ കേരളത്തിലെ പുരോഗമന പ്രസ്ഥാനത്തിനും കേരളത്തിലെ സമുദായത്തിനും ഈഴവ സമുദായത്തിനൊക്കെ വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കി എന്ന് പറഞ്ഞ് പ്രസംഗിച്ച് അയാളെ പിടിച്ചാദരിച്ച്. മറ്റൊരു കാര്യം കൂടി പറയട്ടെ, ഇപ്പൊ നേരത്തെ പറഞ്ഞല്ലോ, ഇസ്ലാം സാമുദായിക വർഗീയതയ്ക്കെതിരായിട്ടുള്ള മുസ്ലിം വർഗീയതയ്ക്കെതിരായിട്ടുള്ള CPM-ന്റെ ശ്രമങ്ങളെ ഇസ്ലാമോഫോബിയായിട്ട് വ്യാഖ്യാനിക്കുകയാണ് ഉണ്ടായത്. വാസ്തവത്തിൽ അതല്ല, അത് ഈ പിണറായി വിജയൻ ഗംഭീരനായ നേതാവാണെന്നൊക്കെ പറയുന്ന വാഴ്ത്തുപാട്ടിന്റെ ഭാഗമായിട്ടേ കാണാൻ പറ്റുള്ളൂ. അങ്ങനെയല്ല ഉണ്ടായത് പലസ്തീൻ പ്രശ്നമടക്കമുള്ള പല വിധത്തിലുള്ള ആഗോളതലത്തിൽ തന്നെയുള്ള സാമ്രാജ്യത്വ വിരുദ്ധ ഇടതുപക്ഷ സമരത്തിന്റെ ഒപ്പം ചേർന്ന് നിൽക്കുന്ന സമരങ്ങളെ അത്തരത്തിലുള്ള ഒരു മതേതര ഛായയിൽ അവതരിപ്പിക്കുന്നതിന് പകരം അതിനെ ഒരു മുസ്ലിം പ്രശ്നമാക്കി കേരളത്തിൽ അവതരിപ്പിക്കുകയും അതുവഴി മുസ്ലിങ്ങളുടെ വോട്ടുകൾ തങ്ങൾക്ക് സംഘടിതമായ രൂപത്തിൽ കിട്ടാനുള്ള CPM-ന്റെ ശ്രമങ്ങൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടു എന്ന് കണ്ടപ്പോൾ കേരളത്തിലെ ഭൂരിപക്ഷ ഹിന്ദു വർഗീയതയെ തങ്ങളുടെ പക്ഷത്തേക്കുള്ള വോട്ടാക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ട് ഭൂരിപക്ഷ വർഗീയത വേണ്ടി അവരുടെ ഭാഷയിൽ ന്യൂനപക്ഷ വിരുദ്ധമായ വർത്തമാനങ്ങൾ CPM പറയുകയാണ് ഉണ്ടായത്. ആ വർത്തമാനത്തിന്റെ ഭാഗമായിട്ടാണ് വെള്ളാപ്പള്ളി നടേശനെ പോലുള്ള ഒരാളെ അവർ താങ്ങിക്കൊണ്ട് നടന്നത്. 2015 സെപ്റ്റംബറിൽ പീപ്പിൾസ് ഡെമോക്രസിയിൽ പിണറായി വിജയന്റെ പേരിൽ എഴുതിയ ലേഖനത്തിൽ പറയുന്നത് തന്റെ ബിസിനസ് താല്പര്യങ്ങളെ, വ്യാപാര താല്പര്യങ്ങളെയാണ് വെള്ളാപ്പള്ളി എന്തിനും മുകളിലായിട്ട് കാണുന്നത്. അയാളാണ് ശ്രീനാരായണ ഗുരുവിനും കുമാരനാശാന്റെയും വഴിയിൽ ഇപ്പൊ SNDP യോഗത്തെ നയിക്കുന്നത് എന്നുള്ളത് അപമാനകരമായ ഒരു കാര്യമാണ്. അമിത്ഷായുടെയും തൊഗാഡിയായ ഒക്കെ ഗൂഢാലോചന നടത്തി കേരളത്തിന്റെ മതേതരത്വത്തെ തകർക്കുകയാണ് എന്ന് പറഞ്ഞ വെള്ളാപ്പള്ളിയെ പിണറായി വിജയൻ ഇപ്പോൾ മഹത്വമാർന്ന ശ്രീനാരായണ ഗുരു സന്ദേശത്തിന്റെ പ്രവാചകനായിട്ട് പ്രഘോഷണം നടത്തുന്നത് ഭൂരിപക്ഷ വർഗീയതയുടെ കൂടെ നിന്നുകൊണ്ട് തങ്ങൾക്ക് തെരഞ്ഞെടുപ്പിൽ നേട്ടമുണ്ടാക്കുന്ന പരിപാടി നടത്തുന്നതിനാണ്. ഇതിനെ കേരളം കൃത്യമായി എതിർത്തില്ലെങ്കിൽ RSSന്റെ അജണ്ടയായിരിക്കും കേരളത്തിൽ നടക്കാൻ പോവുക. അതുകൊണ്ടാണ് ഇവിടെ BJP പ്രതിനിധി തങ്ങളല്ലെങ്കിൽ CPIM എന്ന് പറഞ്ഞതെന്ന് കേരളത്തിന്റെ മതേതര സമൂഹം ഒരു ഞെട്ടലോടുകൂടിയാണ് കേൾക്കേണ്ടത്. ശരി, അത് താങ്കൾക്ക് മറുപടി പറയാവുന്ന കാര്യമാണ് ശശാങ്കു. ഇവിടെ ഇപ്പോ എനിക്ക് കൗതുകകരമായി തോന്നുന്നത്, വെള്ളാപ്പള്ളി നടേശൻ ആദ്യമായി രാഷ്ട്രീയത്തിൽ ഇടപെടുന്ന ആളൊന്നുമല്ല. അദ്ദേഹം യോഗത്തിന്റെ ജനറൽ സെക്രട്ടറി ആയ കാലം മുതൽ പല ഘട്ടങ്ങളിൽ, അതിപ്പോൾ ആലപ്പുഴയിലാണെങ്കിലും സംസ്ഥാന തലത്തിൽ ആകെയാണെങ്കിലും രാഷ്ട്രീയത്തിൽ ഇടപെട്ടിട്ടുണ്ട്. രൂക്ഷമായ സംഘർഷം ഞാൻ ഉദ്ദേശിക്കുന്നത് കായികമായ സംഘർഷമല്ല കേട്ടോ, അതല്ലാത്ത തരത്തിലുള്ള നേരത്തെ ഇവിടെ സൂചിപ്പിക്കപ്പെട്ട മലബാർ മഹാസംഗമവും കൊല്ലം SN കോളേജ് ഇഷ്യൂ അടക്കമുള്ള പല കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. CPM-വുമായിട്ടാണ് ഏറ്റവും കൂടുതൽ ഉണ്ടായിട്ടുള്ളത്. നിങ്ങളുടെ പക്ഷത്തേക്ക് എത്തിയ ആ ഘട്ടത്തിൽ CPM-ന്റെ നേതാക്കൾ വെള്ളാപ്പള്ളി നടേശനുമായി നേർക്കുനേർ കൊമ്പ് കോർത്തിരുന്നു. VS അച്യുതാനന്ദന്റെ അന്നത്തെ പ്രസംഗങ്ങളൊക്കെ ഇപ്പോഴും വൈറലാണ്. ഞാൻ ഉച്ചക്കത്തെ ഒരു പരിപാടിയിൽ പറയുകയും ചെയ്തു, മൈക്രോ ഫിനാൻസ് അഴിമതി ആരോപണം ഉന്നയിച്ചുകൊണ്ട് കണക്ക് വെക്കിയ നടേശ എന്ന് ഡെസ്കിൽ ആഞ്ഞടിക്കുന്ന VS അച്യുതാനന്ദൻ, അത് കഴിഞ്ഞ് ഞാൻ പണം വെട്ടിച്ചു എന്ന് കണ്ടാൽ എന്നെ തൂക്കിക്കൊന്നോളൂ എന്ന് പറയുമ്പോൾ മോഷണത്തിന് തൂക്കുകയറില്ല നടേശോ എന്ന് പറയുന്ന VS അച്യുതാനന്ദന്റെ പ്രസംഗം വെള്ളാപ്പള്ളി നടേശനെ അതിനിശ്ചിതമായി വിമർശിച്ചാണ് 2016 LDF തെരഞ്ഞെടുപ്പ് ജയിച്ചത് തന്നെ. ആ LDFന്റെ നേതാക്കൾ ഇവിടെ ഇപ്പോൾ ശ്രീ പ്രമോദ് പുഴങ്കര പറഞ്ഞതുപോലെ 10 കൊല്ലം കഴിയുമ്പോൾ ജില്ലതോറും വെള്ളാപ്പള്ളി നടേശന്റെ വാഴ്ത്തുപാട്ട് പാടാനും അവദാനം പാടാനും സ്വീകരണം നടത്താനും അദ്ദേഹത്തെ കാറിൽ കയറ്റിക്കൊണ്ടുപോകാനൊക്കെ മത്സരിക്കുന്നെങ്കിൽ അവിടെ ഒരു വലിയ പാരഡൈം ഷിഫ്റ്റ് ഉണ്ടല്ലോ. അതെന്തുകൊണ്ട് എന്നുള്ളതാണ് ആശ്ചര്യം. തീർച്ചയായിട്ടും അവിടെ ഒരു പാരഡൈം ഷിഫ്റ്റ് ഉണ്ട്. അത് എന്തുകൊണ്ടാണെന്നുള്ളത് പകൽ പോലെ വ്യക്തമാണ്. ദർ ഇസ് എൻ എലിഫന്റ് ഇൻ റൂം ദാറ്റ് യു ആർ നോട്ട് അഡ്രസ്സിംഗ്. നമ്മുടെയൊക്കെ കണ്ണിന്റെ മുന്നിൽ ഒരു ആന നിൽക്കുന്നുണ്ട്, നിങ്ങളത് കണ്ടില്ലെന്ന് അടിച്ചാലും. നിങ്ങൾ ഈ പറയുന്നത് പോലെ വെള്ളാപ്പള്ളി നടേശൻ ഇടതുപക്ഷത്തെ സ്നേഹിച്ചുകൊണ്ട് തകർക്കാൻ ശ്രമിക്കുകയാണ്. ഇടതുപക്ഷം ഇപ്പോഴും ആ വിപത്ത് മനസ്സിലാക്കാതെ അദ്ദേഹത്തെ കൂടെ കൊണ്ട് നടക്കുമെന്നല്ല, വളരെ കൃത്യമായി കേരളത്തിന്റെ മാറുന്ന രാഷ്ട്രീയ സാഹചര്യം മനസ്സിലാക്കിക്കൊണ്ട് ഇടതുപക്ഷത്തിന് വേണ്ടി തന്നെയാണ് വെള്ളാപ്പള്ളി നടേശൻ സംസാരിക്കുന്നത്. വെള്ളാപ്പള്ളി നടേശൻ ഒരു കാലത്ത് BJP-യുടെ നേതാവായിരുന്നില്ല, അദ്ദേഹം ഞങ്ങളുടെ താരപ്രചാരകനുമായിരുന്നില്ല. അതൊക്കെ നിങ്ങൾ പറയുന്ന വാചകങ്ങളാണ്. BDJS എന്ന് പറയുന്ന പാർട്ടി BJP-യുടെ സഖ്യകക്ഷിയാണ്. ഒരു ഔദ്യോഗിക ചുമതലയിലും വെള്ളാപ്പള്ളി നടേശൻ ഉണ്ടായിട്ടില്ല.
ഞാൻ പറയട്ടെ സാർ, ഞാൻ തുടങ്ങുമ്പോഴേ ഇങ്ങനെ ഇടപെടുന്നത് എന്തിനാണ്? ബാക്കിയുള്ളവർ മുഴുവൻ ഈ മൈതാന പ്രസംഗം മുഴുവൻ നടത്തുമ്പോൾ നിങ്ങൾ ഇടപെട്ടിട്ടില്ലല്ലോ. അതായത് BDJS എന്ന് പറയുന്ന സംഘടനയെ SNDPയുമായി കൂട്ടിക്കുഴക്കേണ്ടതില്ല എന്നും SNDP സാമുദായിക സംഘടനയായി തന്നെ നിലനിൽക്കുമെന്നും BDJSന് അതിന്റെ രാഷ്ട്രീയ പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോകാമെന്ന നിലപാടാണ് വെള്ളാപ്പള്ളി നടേശൻ ആദ്യം തൊട്ടേ സ്വീകരിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് തുഷാർ വെള്ളാപ്പള്ളി BDJSന്റെ ചുമതലയിൽ ഇരിക്കുമ്പോഴും വെള്ളാപ്പള്ളി നടേശൻ ഔദ്യോഗികമായിട്ട് ഒരു ചുമതല ഏറ്റെടുക്കാതിരുന്നിട്ടുള്ളത്. അദ്ദേഹം സ്വീകരിക്കുന്ന നിലപാട് എല്ലാ കാലത്തും അദ്ദേഹത്തിന്റെ സമുദായത്തിന്റെ അഭിവൃദ്ധിയെ കരുതിക്കൊണ്ടാണ്. അദ്ദേഹത്തിന് എന്ത് ദോഷങ്ങളും എന്ത് കുറ്റങ്ങളും നിങ്ങൾ പറഞ്ഞാലും അദ്ദേഹത്തിന്റെ കമ്മ്യൂണിറ്റിയോടുള്ള ആ കോസിനോട് അദ്ദേഹത്തിന് യാതൊരു വിട്ടുവീഴ്ചയില്ല. എല്ലാ കാലത്തും അവർക്ക് വേണ്ടിയിട്ടാണ് സംസാരിക്കുന്നത്. പക്ഷേ കേരളം പൊതുവെ പുലർത്തി വരുന്ന ചില മര്യാദകളുണ്ട്. സാമുദായിക സംഘടനകളുടെ നേതാക്കന്മാരോട് കുറച്ച് ബഹുമാനത്തോടും ആദരവോടും കൂടിയാണ് സംസാരിക്കുക. പ്രത്യേകിച്ച് മുസ്ലിം വിഭാഗം കഴിഞ്ഞാൽ കേരളത്തിലെ ഏറ്റവും വലിയ കമ്മ്യൂണിറ്റിയാണ് ഈഴവ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. 23% വരുന്ന ഒരു സമൂഹമാണത്. ആ സമൂഹത്തിന്റെ റെപ്രസെന്റേറ്റീവ് ആകുന്ന ഒരു നേതാവിനെ, ഒരു സമുദായ നേതാവിനെ അദ്ദേഹത്തിന്റെ പരാമർശങ്ങളുടെ പേരിൽ ഇങ്ങനെ ആക്രമിക്കുമ്പോൾ, അതായത് അദ്ദേഹം മലപ്പുറം ജില്ലയെ പറ്റി പറയുമ്പോൾ തന്നെ അത് മുസ്ലിം സമൂഹത്തെ പറ്റിയാണെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ വർഗീയവാദിയും നികഷ്ടനുമൊക്കെ ആയിട്ട് ആക്രമിക്കാൻ തയ്യാറാവുന്നത്, ആ വിഭാഗത്തെ പിണയ്ക്കാനും കുഴപ്പമില്ല, അദ്ദേഹത്തെ ആക്രമിക്കുമ്പോൾ സന്തോഷിക്കുന്ന വിഭാഗത്തിന്റെ പിന്തുണയാണ് ഞങ്ങൾക്ക് വേണ്ടത് എന്ന് വളരെ കൃത്യമായി നിശ്ചയിച്ചത് കൊണ്ടാണ്. എന്തുകൊണ്ടാണ് വെള്ളാപ്പള്ളി നടേശൻ ഇങ്ങനെയൊരു നിലപാട് സ്വീകരിക്കുന്നത്? കാരണം വെള്ളാപ്പള്ളി നടേശനെ സംബന്ധിച്ചിടത്തോളം, ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം റൈറ്റിംഗ് ഓൺ ദ വാൾ ഈസ് വെരി ക്ലിയർ. അവർക്ക് എഴുത്ത് മനസ്സിലായി. നിങ്ങൾ പറയുന്ന പോലെ ന്യൂനപക്ഷ വോട്ട് കിട്ടില്ല എന്നുള്ള കാര്യം ഇടതുപക്ഷത്തിന് മനസ്സിലായി കഴിഞ്ഞിട്ടുണ്ട്. എന്താണ് ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ നടന്നിട്ടുള്ളത്? മലപ്പുറം ഒരു പച്ചപ്പാടം എന്നായിരുന്നു മലയാള മനോരമയിലെ ഒന്നാമത്തെ പേജിലെ വാർത്ത. മലപ്പുറം ഒരു പച്ചപ്പാടം. ഞാൻ പറയുന്നതല്ല, കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങൾ പറഞ്ഞാണ്. മലപ്പുറം ജില്ലാ പഞ്ചായത്തിലെ 32 സീറ്റിലെ 32 സീറ്റ് UDF. അവിടെ LDFനോ BJPക്കോ ഒരു സീറ്റും ഇല്ല. അവിടെയുള്ള 15 ബ്ലോക്ക് പഞ്ചായത്തിലെ 14 ബ്ലോക്ക് പഞ്ചായത്തുകളും UDFന്. അതിൽ തന്നെ 4 ബ്ലോക്ക് പഞ്ചായത്ത് സമ്പൂർണ്ണമായിട്ട് മുസ്ലിം ലീഗിനാണ്. അവിടെ LDFന് യാതൊരു ഇതുമില്ല. 12 മുനിസിപ്പാലിറ്റികളിലെ 11 മുനിസിപ്പാലിറ്റികൾ UDFന്. 94 പഞ്ചായത്തുകളിലെ 91 പഞ്ചായത്തുകളും UDFന്. അതായത് മുസ്ലിം ലീഗിന്റെ തേരോട്ടം, മുസ്ലിം ലീഗിന്റെ സമഗ്രാധിപത്യമാണ് മലപ്പുറം ജില്ലയിൽ ഉണ്ടായത്. അതുകൊണ്ടാണ് മലപ്പുറം ഒരു പച്ചപ്പാടെന്ന് പറഞ്ഞത്. തിരുവനന്തപുരം ജില്ലയിൽ BJP ജയിക്കുമ്പോൾ അവിടെ മതേതരത്വത്തിന് ഇടിവ് പറ്റിയെന്ന് ആശങ്കപ്പെടുന്ന ഒരാളും, ഒരു മാധ്യമപ്രവർത്തകനും, ഒരു രാഷ്ട്രീയ നിരീക്ഷകനും മലപ്പുറം ജില്ലയിൽ ഒരു സാമുദായിക പാർട്ടിക്ക് സമ്പൂർണ്ണ മേധാവിത്വം ഉണ്ടാകുമ്പോൾ യാതൊരു ആശങ്കയും ഉണ്ടാവുന്നില്ല. 102 സീറ്റുകളിൽ SDPI ജയിക്കുന്നു. 277 സീറ്റുകളിൽ SDPI 2ാം സ്ഥാനത്ത് വരുന്നു. 16 പഞ്ചായത്തുകളുടെ ഭരണസമിതി രൂപീകരണത്തിൽ SDPI നിർണായകമായിട്ടുള്ള സ്വാധീനം വഹിക്കുന്നു. അവിടെ നിങ്ങൾക്ക് ആർക്കും മതേതരത്വം ഇടിയുന്നതായി തോന്നുന്നില്ല. അപ്പോൾ മുന്നേ തന്നെ 5ാം മന്ത്രി വിവാദം മുതൽ കേരളത്തിൽ നിൽക്കുന്ന ഒരു വാദമാണ് UDF വന്നു കഴിഞ്ഞാൽ ന്യൂനപക്ഷ ഭരണമാണുള്ളത്. പ്രത്യേകിച്ച് വിദ്യാഭ്യാസ വകുപ്പ്, അതേപോലെ തന്നെ വ്യവസായ വകുപ്പ്, പൊതുമരാമത്ത് വകുപ്പ് പോലെയുള്ള വകുപ്പുകൾ തീരെഴുതി കൊടുത്തിട്ടുള്ളതാണ്. അത് മുസ്ലിം ലീഗ് മാത്രമുള്ളപ്പോൾ ഇപ്പോൾ മുസ്ലിം ലീഗും SDPIയും ജമാഅത്തിന്റെ വെൽഫെയർ പാർട്ടിയും കൂടി ചേർത്തിട്ടുള്ള ഒരു മുന്നണി വരുമ്പോൾ അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് മണി, മസിൽ, ഐഡിയോളജി മൂന്നും കൂടി ഒന്നിച്ചു വരുമ്പോൾ അവർ നിയന്ത്രിക്കുന്ന ഭരണം എങ്ങനെയാവും എന്നുള്ള ആശങ്ക സ്വാഭാവികമായിട്ട് ഇവർക്കുണ്ട്. അപ്പോൾ ഇതിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് ഇടതുപക്ഷത്തെ സഹായിക്കാൻ ഹിന്ദു കൺസോൾട്ടേഷൻ അങ്ങോട്ട് ഉണ്ടാക്കാനാണ് വെള്ളാപ്പള്ളി നടേശൻ ഇത് സംസാരിക്കുന്നത്. അത് ഇടതുപക്ഷത്തിന് വേണ്ടിയാണ് സംസാരിക്കുന്നത്. അതിന്റെ ഏറ്റവും വലിയ കാഷ്വാലിറ്റി സഹിക്കാൻ പോകുന്നത് ഞങ്ങളാണ്. ഞങ്ങൾ എന്തിനാണ് അതിനെ പിന്തുണയ്ക്കുന്നത്? നോക്കൂ, സ്വർണ്ണക്കടത്ത്, ശബരിമലയിലെ സ്വർണ്ണം കട്ട വിഷയത്തിൽ ഞങ്ങൾ CPMനെതിരെ സംസാരിക്കുമ്പോൾ ഞങ്ങൾ കോൺഗ്രസിന് വേണ്ടിയിട്ട് B ടീമായിട്ട് സംസാരിക്കുകയാണെന്ന് പറയുന്നത് പോലത്തെ വെറും വിദണ്ഡവാദമാണ് ഈ പറയുന്ന UDFന്റെ വർഗീയ പ്രീണനത്തിനെതിരെ പറയുന്ന സമയത്ത് ഞങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി സംസാരിക്കുകയെന്ന്. ഞങ്ങൾ ആർക്ക് വേണ്ടിയിട്ടല്ല സംസാരിക്കുന്നത്, ഞങ്ങൾ ഈ സമൂഹത്തിന്റെ ശാശ്വതമായിട്ടുള്ള നിലനിൽപ്പിന് വേണ്ടിയാണ് സംസാരിക്കുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം ഉണ്ടായിട്ടുള്ള ഒരു അനുഭവം പറയാം. ഈ മുസ്ലിം മത വിമർശകനായിട്ടുള്ള ആരിഫ് ഹുസൈൻ തീവത്ത് എന്ന് പറയുന്ന ആളുടെ ഫേസ്ബുക്ക് പോസ്റ്റിന് താഴെ വന്നിട്ടുള്ള ഒരു കമന്റാണ്, 6 മാസം കഴിയട്ടെ, നിന്നെയൊക്കെ ജാമ്യമില്ലാ വകുപ്പുള്ള കേസിലെടുത്തിട്ട് നിന്നെയൊക്കെ ഞങ്ങൾ അകത്താക്കും എന്ന് പറഞ്ഞുകൊണ്ടൊരു ഭീഷണി. ആ ഭീഷണി പുറപ്പെടുവിച്ചിട്ടുള്ള ആള് ഒരു കോൺഗ്രസ്സുകാരനോ ഒരു മുസ്ലിം ലീഗുകാരനോ പോലുമല്ല. അദ്ദേഹം നടത്തുന്ന, ആരിഫ് ഹുസൈൻ നടത്തുന്ന മതവിമർശനത്തിൽ പ്രകോപിതനായിട്ടുള്ള ഒരു മതവിശ്വാസി പറയുന്ന കമന്റാണ് എന്ത്, 6 മാസം കഴിയട്ടെ, ഞങ്ങളുടെ ഭരണം വന്നു കഴിഞ്ഞാൽ നിന്നെ ഞങ്ങൾ അകത്താക്കുന്നു. ഈ ട്രെൻഡ് ഉണ്ടല്ലോ, തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു വിഭാഗം ഞങ്ങളുടെ ഭരണമാണ് വരാൻ പോകുന്നത് എന്ന ഒരു പ്രതീതി ജനിപ്പിച്ചുകൊണ്ട് നടത്തുന്ന ആഘോഷം, ആ ആഘോഷം ഉണ്ടാക്കുന്ന കൺസോൾട്ടേഷൻ ഉണ്ട്. ആ കൺസോൾട്ടേഷൻ സ്വാഭാവികമായിട്ട് ആരെയാണ് സഹായിക്കാൻ പോകുന്നത്? ആ കൺസോൾട്ടേഷൻ സ്വാഭാവികമായിട്ട് സഹായിക്കാൻ പോകുന്നത് LDFനെയാണ്. ഞാൻ ഈ UDFകാരോട് പറയുന്നത്, നിങ്ങൾ പൊടിക്കടങ്ങ്, നിങ്ങൾ ഈ പറയുന്ന വർഗീയ ശക്തികളൊന്ന് നിലയ്ക്ക് നിർത്താൻ തയ്യാറാവ്. നിങ്ങളുടെ തോളിൻ്റെ മുകളിൽ കയറി ഇരുന്നുകൊണ്ട് ഈ കാഹളം മുഴുക്കാൻ അവരെ അനുവദിക്കാതിരിക്കൂ. അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾ തങ്കത്താലത്തിൽ ഇവിടെ ഹിന്ദു കൺസോൾട്ടേഷൻ ഉണ്ടാക്കിക്കൊണ്ട് LDFനെ വീണ്ടും ഭരണത്തിൽ എത്തിക്കാനാണ് നിങ്ങൾ സഹായിക്കുന്നത്. ഈ പറയുന്ന SDPIന്റെയും ജമാഅത്തെ ഇസ്ലാമിന്റെയും വിജയാഹ്ലാദ പ്രകടനങ്ങൾ ഇവിടെ യഥാർത്ഥത്തിൽ ഒരു ബദലായിട്ടുള്ള ധ്രുവീകരണം സൃഷ്ടിക്കുകയും ആ ധ്രുവീകരണ ഇടതുപക്ഷത്തെ സഹായിക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങളാണ് യഥാർത്ഥത്തിൽ ഇടതുപക്ഷത്തിന് തുടർ ഭരണത്തിലുള്ള സാഹചര്യം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്, അതിൽ തിരുത്താൻ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ കോസ്റ്റ് കറക്ഷന് തയ്യാറാവണം. ഈ വർഗീയ ശക്തികളെ തിരുത്താൻ നിങ്ങൾ തയ്യാറാവണം. ഇവരെ തള്ളി പറയാൻ നിങ്ങൾ തയ്യാറാവണം. ഈ എന്താ പറയുക, ഹിന്ദു ഭൂരിപക്ഷ ജില്ലകളിലുള്ള ഹിന്ദു വോട്ടർമാർക്കുള്ള ഉത്തരവാദിത്വം മുസ്ലിം ഭൂരിപക്ഷ ജില്ലകളിലെ മുസ്ലിം വോട്ടർമാർക്ക് ഉണ്ടെന്ന് നമ്മൾ സമ്മതിക്കണം.
അവിടെ ഈ പറയുന്ന UDF എന്ന് പറയുന്ന SDPIയും ജമാഅത്തെ ഇസ്ലാമിയും ഈ മുസ്ലിം ലീഗും ഒക്കെ ചേർന്നുള്ള സംഘടനയ്ക്ക് പൂർണ്ണമായിട്ടുള്ള സമ്മതി പിന്തുണ അവർ കൊടുക്കുമ്പോൾ അവർ മുസ്ലിം ന്യൂനപക്ഷ പൊളിറ്റിക്സിനാണ് പിന്തുണ കൊടുക്കുന്നത്. അതിനെ വിമർശിക്കാൻ തയ്യാറാവണം. എന്താ ഈ മതേതരത്വം എന്ന് പറയുന്നത് ഒരു വിഭാഗത്തിന് മാത്രം ബാധ്യതയല്ല. മതേതരത്വത്തെ സംരക്ഷിക്കുന്ന രീതിയിൽ ഈ പറയുന്ന വർഗീയ ധ്രുവീകരണം നടത്താൻ ശ്രമിക്കുന്ന ആളുകളെ തള്ളി പറയേണ്ട ഉത്തരവാദിത്വം എല്ലാവർക്കും ഉണ്ടെന്ന് പറയണം. അവിടെ നിങ്ങളൊരു ഭൂരിപക്ഷമുള്ള സ്ഥലത്ത് സമുദായ സംഘടനകളെ മാത്രം ജയിപ്പിക്കുകയും ബാക്കി സ്ഥലങ്ങളിൽ മറ്റുള്ള ആളുകൾ ജയിക്കുമ്പോൾ അവിടെയുള്ള മതേതരത്വത്തെ പറ്റിയിട്ട് വീൺവാക്ക് പറയുന്നത് അസംബന്ധമാണ്. ഒരൊറ്റ വാചകം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. ഈ ഒറ്റ വാചകം മാത്രം, ഈ ചർച്ചയിൽ അത് പറയേണ്ട പോകുന്നത് ശരിയല്ല. ഞാൻ മാറാട് മാസക്കർ 2003 കമ്മിറ്റിയെ പറ്റിയിട്ടുള്ള റിപ്പോർട്ടിന്റെ ആദ്യ ഭാഗം മാത്രം വായിക്കാം. ദ ജുഡീഷ്യൽ കമ്മീഷൻ ദാറ്റ് ഇൻവെസ്റ്റിഗേറ്റഡ് ദ ഇൻസിഡന്റ് concluded leaders of the Indian Union Muslim League were directly involved in both the conspiracy and the massacre. The commission decided in 2003 that the incident was a clear communal conspiracy with Muslim fundamentalist organizations involved. അതായത് മുസ്ലിം വർഗീയ സംഘടനകൾ നേരിട്ട് പങ്കെടുത്തിട്ടുള്ള മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിൽ നടന്നിട്ടുള്ള ഒരു വർഗീയ കലാപമാണെന്ന് തോമസ് ബി ജോസഫിന്റെ റിപ്പോർട്ട് നമ്മുടെ മുന്നിലിരിക്കുമ്പോൾ ഇതിനെങ്ങനെ വൈറ്റ് വാഷ് ചെയ്തുകൊണ്ട് UDF ഇതിൽ എന്താ പങ്ക് എന്ന് ചോദിക്കാൻ നിങ്ങൾക്ക് സാധിക്കുമായിരിക്കും. ആ കലാപത്തിലെ ശരി, അത് ശരിയല്ല. അത് ഏകപക്ഷീയമായിട്ട് ഇങ്ങനെ ചെയ്യാൻ പാടുണ്ടോ നിങ്ങൾ? ശരി, അല്ല, അടുത്ത അവസരത്തിൽ താങ്കളിലേക്ക് വരാം ശ്രീ ഷാഫി ചാലിയം. എന്ന് മാത്രമല്ല, ആ റിപ്പോർട്ടിനെ കുറിച്ച് ഒരു ചർച്ച നടത്തണമെങ്കിൽ നമുക്ക് ഇനി വിശദമായ ഒരു ചർച്ച വെക്കുകയും ചെയ്യാം. ഇത് മുഴുവൻ പറയാനുള്ള സമയം ഇപ്പോഴില്ലല്ലോ. ശ്രീ ജേക്കബ് ജോർജ്, ഇവിടെ നേരത്തെ ശ്രീ ശങ്കുട്ടി ദാസ് ചൂണ്ടിക്കാണിച്ച ന്യൂനപക്ഷ കൺസോൾട്ടേഷന് വിരുദ്ധമായ ഭൂരിപക്ഷ കൺസോൾട്ടേഷൻ, ഈ ഭൂരിപക്ഷ കൺസോൾട്ടേഷൻ മുമ്പ് ഉണ്ടായിട്ടുണ്ട് പല ഘട്ടങ്ങളിൽ. പക്ഷേ ഇപ്പോൾ BJP എന്ന് പറയുന്ന ഭൂരിപക്ഷ വോട്ട് ലക്ഷ്യം വെക്കുന്ന അതിന്റെ ഒരു പോർഷൻ സ്വന്തമാക്കിയ ഒരു പാർട്ടി അവിടെ നിൽക്കുമ്പോൾ ഈ ഭൂരിപക്ഷ കൺസോൾട്ടേഷൻ കൊണ്ട് ജയിക്കുക എന്ന് പറയുന്നതിൽ ഒരു കാര്യമില്ലല്ലോ. കാരണം ഭൂരിപക്ഷ സമുദായത്തിലെ ഹിന്ദു സമൂഹത്തിലെ വോട്ടുകൾ, അതിൽ കോൺഗ്രസിന് പോകുന്ന വോട്ടുകൾ ധാരാളമുണ്ട്, BJPക്ക് പോകുന്ന വോട്ടുകളുണ്ട്, ഇടതുപക്ഷത്തിന് പോകുന്ന വോട്ടുകളുണ്ട്. അപ്പോൾ അവിടെ ഒരു കൺസോൾട്ടേഷൻ ഉണ്ടാവുക, ഇടതുപക്ഷത്തിന് അനുകൂലമായി കൺസോൾട്ടേഷൻ ഉണ്ടാവുക എന്ന് പറയുന്നത് അസംഭവ്യമായ കാര്യമാണ്. പ്രത്യേകിച്ച് BJP എന്ന പാർട്ടി ചുരുങ്ങിയത് 12% വോട്ടെങ്കിലും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രതീക്ഷിക്കുമ്പോൾ ഭൂരിപക്ഷ കൺസോൾട്ടേഷൻ ഉണ്ടാക്കി ജയിക്കുക എന്ന് ആരെങ്കിലും വിചാരിച്ചാൽ അതിൽ കാര്യമുണ്ടോ? അല്ല, ശങ്കുദാസ് പറഞ്ഞതിനകത്ത് നല്ലൊരു രാഷ്ട്രീയമായ ഒരു കാഴ്ചപ്പാടുണ്ട് അഭിലാഷേ. അതങ്ങനെ വരാം. തീർച്ചയായിട്ടും തീവ്ര ഹിന്ദുത്വ പോലെ തന്നെ അപകടമാണ് തീവ്ര ന്യൂനപക്ഷ രാഷ്ട്രീയവും തീവ്ര ന്യൂനപക്ഷ നിലപാടും. ഇത് EMS നമ്പൂതിരിപ്പാടൊക്കെ നല്ല കാലത്ത് പറഞ്ഞു വെച്ചിട്ടുള്ള കാര്യമാണ്. അതിൻ്റെ ഭാഗമായിട്ട് പലതരത്തിൽ EMS വോട്ട് പിടിച്ചിട്ടുണ്ട്. EMS അതിമനോഹരമായിട്ട് രാഷ്ട്രീയം കളിച്ചിട്ടുണ്ട്. ഇതേപോലെ ന്യൂനപക്ഷ വർഗീയതയുടെയും ഭൂരിപക്ഷ വർഗീയതയുടെയും പേര് പറഞ്ഞിട്ട് തന്നെ അത് 1985 കഴിഞ്ഞിട്ട് 87 തെരഞ്ഞെടുപ്പ് 87 നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് BJP എന്ന് പറയുന്ന ഒരു പാർട്ടി അല്ലെങ്കിൽ ഒരു പക്ഷം ഹിന്ദു മുന്നണിയുണ്ട്. പക്ഷെ അവർ 10% വോട്ടുള്ള അല്ലെങ്കിൽ 15 ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ കണക്കെടുക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് 20%, 19% മുകളിൽ വോട്ടുള്ള പക്ഷമാണ് BJP. അപ്പൊ അന്ന് അതുപോലത്തെ ഒരു സാന്നിധ്യമല്ല ഹിന്ദു മുന്നണിക്ക് തിരുവനന്തപുരത്ത് ഒരു ചെറിയ മുന്നേറ്റം എന്നുള്ളതിനപ്പുറത്ത് സംസ്ഥാന വ്യാപകമായി നോക്കിയാൽ ഈ ഹൈന്ദവ കക്ഷി എന്ന് പറയുന്നത് അപ്രസക്തമാണ്. അന്ന് അപ്രസക്തമാണ്. പക്ഷെ അന്നാണെങ്കിൽ പോലും 84 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്ത് BJP സ്ഥാനാർത്ഥി 19.64% വോട്ട് മേടിച്ചു. ഇന്ന് പോലും അത്രയും കിട്ടുന്നില്ല അവർക്ക്. BJPക്ക് തിരുവനന്തപുരത്തല്ല ഒരിടത്തും കിട്ടുന്നില്ല. പക്ഷേ അതുപോട്ടെ. പക്ഷേ ശങ്കുട്ടിദാസ് പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം ഇത് തന്നെയാണ്. അത് വളരെ പ്രസക്തമാണ്. ഞാൻ പക്ഷേ ഒരു കാര്യം പറയട്ടെ. നമ്മുടെ പഴയ വിദ്യാഭ്യാസ കാര്യത്തെക്കുറിച്ച് CH മുഹമ്മദ് കോയ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നപ്പോൾ ആ മലപ്പുറത്ത് ഇംഗ്ലീഷ് പഠനം മുസ്ലിം സമുദായത്തിൽ നിഷിദ്ധമായിരുന്നു, ഹറാമായിരുന്നു. അത് ശരിയല്ല എന്ന് CH മുഹമ്മദ് കോയ ഓടി നടന്ന് പ്രസംഗിച്ച് സമുദായത്തെ പഠിപ്പിച്ചു. നമ്മുടെ മൗലവിമാർ പഠിപ്പിക്കുന്ന കാര്യം ശരിയല്ല എന്ന് കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മന്ത്രി ആ സമുദായത്തെ, സ്വന്തം സമുദായത്തെ പഠിപ്പിച്ചു. അതിൻ്റെ ഭാഗത്ത് 90കളിലൊക്കെ ഞാനവിടെ പോകുമ്പോൾ മലപ്പുറത്തൂടെ സഞ്ചരിക്കുമ്പോൾ കാണാം മുസ്ലിം ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ, മുസ്ലിം ഇംഗ്ലീഷ് മീഡിയം ഹയർ സെക്കൻഡറി സ്കൂൾ എന്നൊക്കെയുള്ള ബോർഡ് കാണാം. 95, 96 ആ കാലഘട്ടത്തിൽ എന്തുമാത്രം സ്കൂളുകൾ. ഇന്ന് അവിടുത്തെ റിസൾട്ട് എന്താ? എൻട്രൻസ് പരീക്ഷയിലെ ഫലം എന്താ? മുസ്ലിം കുട്ടികൾ, അധികവും മുസ്ലിം പെൺകുട്ടികൾ പഠിച്ച് വലിയ മാർക്ക് വാങ്ങിച്ചിട്ട് എൻട്രൻസ് പരീക്ഷ പാസ്സാവുകയാണ്. വലിയ വലിയ സ്ഥാപനങ്ങളിൽ IAS മുതൽ മെഡിക്കൽ കോളേജ് വരെ, ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൽ വരെ മലപ്പുറത്തെ പെൺകുട്ടികൾ പഠിക്കുന്നുണ്ട്. കാരണം വിദ്യാഭ്യാസ രംഗത്ത് മാറ്റം വരുത്തിയത് അവരുടെ സമുദായ നേതൃത്വമാണ്. ബഹുമാനപ്പെട്ട വെള്ളാപ്പള്ളി നടേശൻ കേരളത്തിൽ ശങ്കർ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു. ശങ്കർ ഇവിടുത്തെ കോൺഗ്രസിൻ്റെ നേതാവായിരുന്നു. അദ്ദേഹമാണ് SN ട്രസ്റ്റ് സ്ഥാപിച്ചത്. ധാരാളം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ SN ട്രസ്റ്റ് കൊണ്ടുവന്നു. അത് നോക്കി നടത്തി അതിൽ നിന്ന് പിരിവുണ്ടാക്കുക അല്ലാതെ
ബഹുമാനപ്പെട്ട വെള്ളാപ്പള്ളി നടേശൻ എന്താണ് ചെയ്തത്? പിന്നെ ഇന്നത്തെ നമ്മുടെ ആ പത്രപ്രവർത്തകൻ ചോദിച്ചത്, മാധ്യമപ്രവർത്തകൻ ചോദിച്ചത് ഉഗ്രൻ ചോദ്യമാണ്. ഈ കഴിഞ്ഞ 9 വർഷം നിങ്ങൾ എത്ര സ്കൂളിൽ അപേക്ഷിച്ചു? അതാണ് വെള്ളാപ്പള്ളി നടേശനെ ചോദിപ്പിച്ചത്. അത് ഭയങ്കര ചോദ്യമാണ്, ചങ്കിൽ കൊള്ളുന്ന ചോദ്യമാണ്. ഒരപേക്ഷയും കൊടുത്തിട്ടില്ല. ഒരൊറ്റ ഒരു ഉദാഹരണം പറയട്ടെ. പണ്ട് E.T. മുഹമ്മദ് ബഷീർ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നപ്പോൾ കോഴിക്കോട്ടെ CSI സഭ, അതിനകത്ത് അന്ന് ചർച്ചയ്ക്ക് പോയ ഒരാളാണ് എന്നോട് പറഞ്ഞത്. ഒരു അഡ്വക്കേറ്റാണ്, കോഴിക്കോട്ടിൽ പ്രമുഖ അഭിഭാഷകൻ. അദ്ദേഹം പറഞ്ഞതാണ്, അവരെല്ലാം കൂടെ വിദ്യാഭ്യാസ മന്ത്രിയെ കണ്ടു. അപ്പോൾ സഭ പറഞ്ഞു, നമുക്ക് ഒരു TTC ടീച്ചർ ട്രെയിനിങ് സ്കൂൾ, പ്രൈമറി ഒരു സ്കൂള് മേടിക്കണം, അത് ബഷീറിനോടൊന്ന് പറയണം. അവരുടെ കോഴിക്കോട്ടല്ലേ, അവർ വന്നു, തിരുവനന്തപുരത്ത് വന്നു. E.T. മുഹമ്മദ് ബഷീർ ഇരുന്ന് ചിരിക്കുകയാണ്. നിങ്ങൾ അപേക്ഷിച്ചിട്ടുണ്ടോ? ഇല്ല, അപേക്ഷ കൊടുത്തിട്ടില്ല, അതുപോലെ അറിയത്തില്ല. ആ അജ്ഞതയാണ് ആ സഭാ നേതൃത്വത്തിനുള്ളത്. ഇത് വെള്ളാപ്പള്ളി നടേശന് അജ്ഞതയാണെന്ന് തോന്നുന്നില്ല, പക്ഷേ അദ്ദേഹത്തിന് ഇതൊക്കെ അറിയാം. രാഷ്ട്രീയമാണ് അദ്ദേഹത്തിന്. നേരത്തെ മാറാടിനെ കുറിച്ച് പരാമർശമുണ്ട്. ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് ഞാൻ ഇടവേളയിലേക്ക് പോവാം. ഒരു മൈനർ ഇൻസിഡന്റ് ന്യൂ ഇയർ ദിവസം ഉണ്ടായതിന്റെ ശേഷം അതൊരു മേജർ കമ്മ്യൂണൽ റൈറ്റായി മാറിയത് ഡ്യൂ ടു ദ ഇന്റർവെൻഷൻ ഓഫ് ദ CPIM, IUML ആൻഡ് BJP RS ആക്ടിവിസ്റ്റ് ഫോർ ദെയർ ഗെയിൻസ് ആൻഡ് ദാറ്റ് റിസൾട്ടഡ് ഇൻ ദ ഡെത്ത് ഓഫ് 5 persons എന്നാണ് ആദ്യത്തെ മാറാട് കലാപത്തെക്കുറിച്ചുള്ള ഈ കമ്മീഷന്റെ ഫൈൻഡിങ്. അപ്പോൾ എല്ലാ കൂട്ടരെ കുറിച്ചും പരാമർശിക്കുന്നുണ്ട്. ഞാൻ നേരത്തെ മുസ്ലിം ലീഗിന്റെ പങ്കാളിത്തം സംബന്ധിച്ച ഭാഗമാണ് വായിച്ചത്. അപ്പോൾ നമുക്കതിലെ വിശദാംശങ്ങളിലേക്ക് പിന്നീട് ഒരിക്കൽ പോകാം, കാരണം സമയം അനുവദിക്കുന്നില്ല. ശ്രീ ഷാഫി ചാലിയം, തെരഞ്ഞെടുപ്പിലേക്ക് പോവാണ്. കമ്മ്യൂണലി സെൻസിറ്റീവായ ഒരു പ്രതലമായി കേരളം മാറുന്നത് സമൂഹത്തിന് ഗുണകരമാവില്ലല്ലോ. അപ്പോൾ ഈ കാര്യത്തിൽ വെള്ളാപ്പള്ളി നടേശന്റെ കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിനോടുള്ള പ്രതികരണം അപ്പുറത്തു ഭാഗത്തുനിന്നും സ്വാഭാവികമായും വരും. പക്ഷേ ഇക്കാര്യത്തിലൊക്കെ മിതത്വം പാലിക്കുക എന്നുള്ളത് നമ്മുടെ സാമൂഹ്യ ജീവിതത്തിന്റെ മുന്നോട്ട് പോക്കിന് അനിവാര്യമായിരിക്കില്ലേ? വളരെ ഏകോപിതമായിട്ടുള്ള, നേരത്തെ ഈ ശങ്കുട്ടിദാസ് സൂചിപ്പിച്ചിട്ടുള്ള ചില രാഷ്ട്രീയ സംഭവ വികാസങ്ങളുണ്ടല്ലോ. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഏകോപിതമായ കൺസോളിഡേഷൻ നടന്നിട്ടുള്ള വോട്ടിംഗ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിന് മറുവശം ഉണ്ടാവണം എന്ന് അപ്പുറത്തുള്ളവർ ആഗ്രഹിച്ചാൽ അങ്ങനെയും നടക്കാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല എന്നൊരു വസ്തുത UDF ഉൾക്കൊള്ളുന്നുണ്ടോ? മലപ്പുറം എന്ന് മാത്രമല്ല, ഈ കേരളം അങ്ങോളം തന്നെ UDFന് അനുകൂലമായ വലിയ തരംഗമായിരുന്നു ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിൽ, എല്ലാവർക്കും അറിയാം. പിന്നെ മലപ്പുറത്ത് മികവാർന്ന ഒരു വിജയം മുസ്ലിം ലീഗ് ലീഡ് ചെയ്യുന്ന UDFനുണ്ടായി. അതിലെന്താ അത്ര വലിയ കുഴപ്പം? മാത്രമല്ല, അവിടുത്തെ ഭരണകർത്താക്കളൊക്കെ ആരാണ് ലോക്കൽ ബോഡിയിൽ? അവിടുത്തെ ഹൈന്ദവ സഹോദരങ്ങൾ വളരെ സാറ്റിസ്ഫൈഡ് ആയിരുന്നു. അവരടക്കമുള്ളവർ ഈ ശങ്കുട്ടിദാസിൻ്റെ ഈ പാർട്ടിയിലേക്കല്ല പോയത്. അവർക്കൊക്കെ UDFലായിരുന്നു വിശ്വാസം. ജനറൽ സീറ്റിൽ പോലും ഹൈന്ദവ സഹോദരിമാരെ SC STക്കാരെയാണ് അവിടെ ഭരണകർത്താക്കളായി വെച്ചത്. അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റുമായി വരുന്ന ഒരു പ്രത്യേക സമുദായക്കാരല്ല. മുനിസിപ്പാലിറ്റി മൊത്തം എടുക്ക്. പിന്നെ ഇദ്ദേഹം ഇവിടെ പറഞ്ഞു STPനെ ഞങ്ങളെ കൂടെ കൂട്ടിക്കെട്ടുന്നു. STP എത്ര? ഞങ്ങൾ 3202 സീറ്റിലാണ് ഞങ്ങൾ ജയിച്ചത്. STP 100-ൽ താഴെ ഉള്ളൂ. ഈ 100-ൽ താഴെ STP തോൽപ്പിച്ച സ്ഥാനാർത്ഥികൾ ആരാന്ന് പോയി ഒന്ന് പരിശോധിക്കുക. ഒക്കെ ലീഗിനെ തോൽപ്പിച്ചു വന്ന പാർട്ടികളെയും ലീഗിനെയും കൂട്ടിക്കിട്ട്. ഇതന്നെയല്ലേ CPM പറയുന്നത്? ഇവിടെ CPM ഏതാ BJP ഏതാന്ന് മനുഷ്യന് തിരിയാത്ത കോലത്തിലായിരിക്കും. അതല്ലേ ഇതിൻ്റെ അർത്ഥം? തിരുവനന്തപുരത്തും കോഴിക്കോടും BJPക്ക് മുന്നേറ്റം ഉണ്ടായത് എങ്ങനെയാണെന്ന് അറിയാൻ ഇപ്പം നിങ്ങളെ കൂടെയുള്ള ഒരാളുണ്ട്, സെൻകുമാറിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ വീഡിയോ ഉണ്ട്. അതിൽ പറയുന്നു, എന്താ പറയുന്നത്, തിരുവനന്തപുരത്ത് ജയിക്കാൻ കഴിഞ്ഞതും കോഴിക്കോട്ട് സീറ്റ് വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞതും BJPക്ക് അനുകൂലമായ ഡീലിമിറ്റേഷൻ കൊണ്ടാണ്. ആരാണ് ഡീലിമിറ്റേഷൻ ചെയ്തത്? LSTD ഡിപ്പാർട്ട്മെൻറ്റ്, കേന്ദ്ര ഗവൺമെൻറ് കീഴിലുള്ള അല്ല, സംസ്ഥാന സർക്കാരിൻ്റെ കീഴിലുള്ള LSTDയുടെ സഹായത്താലാണ്, ഡീലിമിറ്റേഷനിലാണ് BJPക്ക് വോട്ട് വർദ്ധിപ്പിക്കാനും തിരുവനന്തപുരം പിടിക്കാനും കോഴിക്കോട്ട് ഇരട്ടിപ്പിക്കാനും സാധിച്ചതെന്ന് സെൻകുമാർ പറഞ്ഞത് അവിടെ കിടക്കുക. ഇത് ഏതാ ഈ ഡീല്? ഇതാണ് ഒസബുള്ളയും MR അജിത് കുമാറും 2 തവണ ഇരുന്ന് ഒരു അടച്ചിട്ട മുറിയിൽ ചർച്ച ചെയ്തത്. എന്താണെന്ന് നമുക്കാർക്കും അറിയില്ല. എന്താ നടന്നിത്രയാണ്. ഇപ്പൊ കോഴിക്കോട് കോർപ്പറേഷനിൽ 7 സീറ്റ് അധികം കിട്ടി. ആ 7 സീറ്റിൽ നേരത്തെ BJP 2ാം കക്ഷിയാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും അവിടെ എന്ത് സംഭവിച്ചു? അവിടുത്തെ ഒരു 4000 UDF വോട്ട് എടുത്ത് പുറത്തേക്ക് ഇട്ടപ്പോൾ BJPക്ക് ജയിക്കാനുള്ള സാഹചര്യം ഒരുക്കി കൊടുത്തു. അങ്ങനെ 7 BJP വന്നത് കൊണ്ടാണ് കോഴിക്കോട് കോർപ്പറേഷൻ ഭരിക്കാൻ സാധിച്ചത്. ആ 7 BJP വന്നിട്ടില്ലെങ്കിൽ 7 UDF വന്നാൽ UDF കോഴിക്കോട് പിടിക്കും.
അപ്പൊ ഇവന്മാർ ഈ BJP-ക്കാരും CPM തമ്മിൽ എത്രമാത്രം വലിയ തുരങ്കബന്ധമാണെന്നുള്ളത് ഈ ശങ്കുട്ടിദാസിന്റെ വർത്തമാനത്തിൽ നിന്നും മനസ്സിലായി, ഇവിടുത്തെ സാഹചര്യങ്ങൾ മനസ്സിലായി. ഇപ്പം ഞാൻ മലപ്പുറം ജില്ലയുടെ കാര്യം പറഞ്ഞല്ലോ, എത്ര അതീവ ഗുരുതരമാണ്. 202 ഡോക്ടർമാരെ പ്രഖ്യാപിച്ചിട്ട് വെറും 4 മാത്രം മലപ്പുറത്ത് കൊടുത്തത്. ശിക്ഷിക്കുകയാണ് ഒരു ജില്ലയെ. ഇത് നിങ്ങളെ മാധ്യമ പ്രവർത്തകർ ഇത് മാത്രം ഫ്രെയിം ചെയ്ത് ഒരു ചർച്ച ചെയ്യണം ഈ അനീതിക്കെതിരെ. ഇതൊരു വലിയൊരു അപകടനയാണ്. ഏറ്റവും വലിയ നികുതി ഫണ്ട് കൊടുക്കുന്ന, ഏറ്റവും അധികം ജനങ്ങൾ താമസിക്കുന്ന ഒരു ജില്ലയോടാണ് ചെയ്യുന്നത്. ഇതിനെ അപലപിക്കാൻ നിങ്ങൾക്ക് എന്തുകൊണ്ട് സാധിക്കുന്നില്ല? ശരി, പെട്ടെന്ന് ശ്രീ അഭിലാഷ്, പറഞ്ഞോളൂ. മലപ്പുറം ജില്ലയിലും മറ്റ് കേരളത്തിലുടനീളം ഭരണം പിടിച്ചത് ഹിന്ദു സഹോദരങ്ങൾക്ക് കൂടി വേണ്ടിയാണ് എന്നുള്ള കാര്യം അദ്ദേഹം ആദ്യം സ്വന്തം പാർട്ടിയിലെ ഷാജി എന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്തണം. കാരണം നമ്മൾ ഇത്തവണ ഭരണം പിടിക്കേണ്ടത് മുസ്ലിം സമുദായത്തിന് നഷ്ടപ്പെട്ട അവകാശങ്ങൾ തിരിച്ചു പിടിക്കാൻ വേണ്ടിയാണെന്ന് മൈക്ക് കെട്ടി പ്രസംഗിച്ചത് നിങ്ങളുടെ പാർട്ടിയുടെ മുതിർന്ന നേതാവായിട്ടുള്ള ഷാജി തന്നെയാണ്. അദ്ദേഹത്തെ ഒന്ന് പോയി തിരുത്തുന്നത് നന്നായിരിക്കും ആദ്യം. ശരി, എന്തായാലും ഡീലിമിറ്റേഷന്റെ കാര്യത്തിൽ, തിരുവനന്തപുരത്തെ ഡീലിമിറ്റേഷന്റെ കാര്യത്തിൽ BJP-ക്ക് വലിയ പ്രശ്നങ്ങളുണ്ടായിരുന്നു. CPM-നെ ജയിപ്പിക്കാൻ വേണ്ടി വാർഡുകൾ വെട്ടിമുറിക്കുകയാണ് എന്നുള്ളതായിരുന്നു BJP-യുടെ പൊസിഷൻ. അത് വിശദീകരിക്കുന്ന പേപ്പറുകളും കടലാസുകളും ഒക്കെ ഇപ്പോഴത്തെ മേയർ പലകുറി VV രാജേഷ് പലകുറി മാധ്യമങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താനൊക്കെ ശ്രമിച്ചിട്ടുണ്ട് ആ സമയത്ത്, ഡീലിമിറ്റേഷന്റെ സമയത്ത്. എന്തായാലും ഡീലിമിറ്റേഷന്റെ സമയത്ത് BJP-ക്ക് വലിയ ആക്ഷേപം, ഞങ്ങളെ തോൽപ്പിക്കാനും CPM-നെ ജയിപ്പിക്കാനും വേണ്ടിയിട്ടുള്ള വാർഡ് വിഭജനമാണ് നടന്നതെന്നുള്ളതായിരുന്നു. എന്തായാലും സെൻകുമാർ പറഞ്ഞതിനെ ഉദ്ധരിച്ചത് വേറെ തരത്തിലാണെന്ന് താങ്കൾ പറയുന്നു. എന്തായാലും അതിൻ്റെയൊക്കെ വസ്തുതകൾ വരട്ടെ. നമുക്ക് ചർച്ച അവസാനിപ്പിക്കാനുള്ള സമയമായി 8:31 അതുകൊണ്ട് നമുക്ക് അടുത്ത വർഷത്തിലേക്ക് പോവാണ്. ഈ വർഷത്തെ അവസാനത്തെ സൂപ്പർ പ്രൈം ടൈമാണ്. അടുത്ത വർഷം വർഗീയ കാലുഷ്യങ്ങളും സാമുദായിക സ്പർദ്ധയൊന്നും ഇല്ലാത്ത ആരോഗ്യകരമായ മെറിറ്റുള്ള രാഷ്ട്രീയം പുലരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. ഈ ചർച്ച അവസാനിച്ചു. നമസ്കാരം.